പറയും ഒന്നുമല്ല, എനിക്ക് എന്നെ അറിയാലോ, അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നത് മാത്രം. ഓക്കെ, കമ്മിങ് ടു കോഫിയ. അപ്പൊ കോഫിയ എന്ന് പറഞ്ഞാൽ അൺറോസ്റ്റഡ് കോഫിയാണ് അല്ലേ. ഇവരുടെ പ്രത്യേകത ടോൾ, ലീൻ, സ്റ്റൂപ്പിംഗ് പേഴ്സൺസ്, ഡാർക്ക് കോംപ്ലക്ഷൻ, സാങ്വിൻ, കോളറിക് ടെമ്പറാമെന്റ്. അല്ല ചോന്നിട്ടും ആണെന്ന് പറയുന്നുണ്ട്, കോളറിക് ആണെന്ന് പറയുന്നുണ്ട്. എക്സ്ട്രീം സെൻസിറ്റീവ്നെസ്, ന്യൂറാൾജിയ, നെർവസ് എക്സൈറ്റബിലിറ്റി ആൻഡ് ഇൻടോളറൻസ് ഓഫ് പെയിൻ. ഇങ്ങനെയൊക്കെ ആണെങ്കിലും ട്രയോ ഓഫ് പെയിൻ റെമഡീസിൽ പെടുന്ന ഒരാളാണ്. നിങ്ങൾക്ക് അറിയാമോ ട്രയോ ഓഫ് പെയിൻ റെമഡീസ് ഏതൊക്കെയാണെന്ന്? ഇത് കെമോമിലി ആണല്ലേ, കോഫിയാണ്, ഒന്ന് അക്കോണായിട്ടാണ്. അപ്പൊ ഇവർക്ക് പക്ഷെ പെയിൻ സഹിക്കാൻ പറ്റില്ല, വേദന ഒരു കാരണവശാലും ഇവർക്ക് സഹിക്കാൻ പറ്റത്തില്ല. അൺയൂഷ്വൽ ആക്ടിവിറ്റി ഓഫ് മൈൻഡ് ആൻഡ് ബോഡി എന്ന് പറഞ്ഞിട്ടുണ്ട്. കണ്ടോ, അൺയൂഷ്വൽ ആക്ടിവിറ്റി ഓഫ് മൈൻഡ് ആൻഡ് ബോഡി. സന്തോഷം കൊണ്ട് എനിക്ക് ഇരിക്കാൻ വയ്യേ എന്നൊക്കെ പറഞ്ഞതുപോലെയാണ് ഇവരുടെ അവസ്ഥ. അൺയൂഷ്വൽ ആക്ടിവിറ്റി ഓഫ് മൈൻഡ് ആൻഡ് ബോഡിയാണ്. പിന്നെ ഈ ഇതിനകത്ത് പ്രത്യേകിച്ച് പറഞ്ഞിരിക്കുന്ന സാധനമാണ് ഈ കോഫിയ എപ്പോഴും ടോൾ, ലീൻ, സ്റ്റൂപ്പിംഗ് പീപ്പിൾ വിത്ത് ഡാർക്ക് കോംപ്ലക്ഷൻ, സാങ്വിൻ, കോളറിക് ടെമ്പറാമെന്റ് പറ്റുന്നതെന്നാണ് കേട്ടോ. ഈ ഇതിന്റെ ഒരു കാര്യം പറയുന്നത് ഓൾഡ് പീപ്പിൾ ടു സ്റ്റിമുലേറ്റ് ദി ആക്ഷൻ ഓഫ് കോഫി ആൻഡ് ടീ കർട്ടെയിൽഡ് ഓർ കെയർഫുള്ളി വാച്ച്ഡ്. അവരുടെ കോഫി ഉപയോഗത്തിന് നമ്മൾ നന്നായിട്ട് വാൺ ചെയ്യണം എന്നൊക്കെ ബോറിക്കിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. ആ കാര്യങ്ങൾ ഓർക്കുക. ഇൻടോളറബിൾ പെയിൻ ഉണ്ടെന്നും അൺയൂഷ്വൽ ആക്ടിവിറ്റി ഓഫ് മൈൻഡ് ആൻഡ് ബോഡി. ഇപ്പൊ നമ്മൾ കുറച്ച് മുന്നേ പറഞ്ഞില്ലേ നൈറ്റ് വാച്ചിങ്ങിന് കോക്കുലസ് കൊടുക്കുമെന്ന് പറഞ്ഞു. അവർക്കും പെയിന്റെ കാര്യമൊക്കെ നമ്മൾ പറഞ്ഞെങ്കിലും കോഫിയാണ് വൺ അമംഗ് ദ ഇമ്പോർട്ടന്റ് റെമഡി. ഇനി അടുത്തത് കോൾച്ചിക്കം ആണ്. കോൾച്ചിക്കം നമ്മളെല്ലാവരും എന്തിനു കൊടുക്കാറുണ്ട്? ഗൗട്ടിന് കൊടുക്കാറുണ്ട് അല്ലെ. കോൾച്ചിക്കത്തിന് മെഡോ സാഫ്രൺ എന്ന് വിളിക്കുന്നു. അവര് അഡാപ്റ്റഡ് ടു റുമാറ്റിക് ഗൗട്ടി ഡയാറ്റസിസ്, പേഴ്സൺസ് ഓഫ് റോബസ്റ്റ് വിഗറസ് കോൺസ്റ്റിറ്റ്യൂഷൻ, ഡിസീസ് ഓഫ് ഓൾഡ് പീപ്പിൾ. ഈ റുമാറ്റിക് ഗൗട്ടി എന്ന് പറയുമ്പോൾ നമുക്ക് ബെൻസോയിക് ആസിഡ് ഓർക്കാം, അതുപോലെ തന്നെ ഓർക്കാൻ പറ്റുന്ന മെഡിസിനാണ് കോൾച്ചിക്കം. ഇനി കോൾച്ചിക്കത്തിന് എവിടെയൊക്കെ ആക്ഷൻ ഉണ്ട്? ഒന്ന് മസ്കുലാർ ടിഷ്യൂസിലാണ്. ഓക്കെ, നമ്മുടെ ടെൻഡൻസിന്റെ മസിൽസിന്റെ ഒക്കെ കാര്യം കോസ്റ്റിക്കത്തിൽ പറഞ്ഞിരുന്നു. കോൾച്ചിക്കത്തിന്റെ കാര്യം പറയുമ്പോൾ മസിൽസ് ഉണ്ട്, സൈനോവിൽ മെമ്പർ ഉണ്ട്, പെരിയോസ്റ്റിയം ഉണ്ട്. കണ്ടോ, മസിൽസ്, സൈനോവിൽ മെമ്പറൈൻ, പെരിയോസ്റ്റിയം. പെരിയോസ്റ്റിയത്തിൽ എന്തായാലും ആക്ഷൻ ഉണ്ട്, നമ്മൾ കാൽക്കേരി കാർബിൽ പഠിച്ചിരുന്നു. അതേപോലെ ഈ കോൾച്ചിക്കത്തിലും പെരിയോസ്റ്റിയത്തിൽ ആക്ഷൻ ഉണ്ട്. ഗൗട്ടി പെനോക്സിസം, പെയിൻ വിച്ച് ആർ വേഴ്സ് ഇൻ ദ ഈവനിങ്, നൈറ്റ് ആൻഡ് ഫ്രം ടച്ച്. മൂന്ന് കാര്യം ഇമ്പോർട്ടന്റ് ആണ്. ഇവരുടെ ഗൗട്ടി പെയിൻ എല്ലാം വൈകുന്നേരം ആകുമ്പോഴും ടച്ച് ചെയ്യുമ്പോഴുമാണ് കൂടുതൽ അല്ലെ. There is always great prostration, internal coldness and tendency to collapse. കണ്ടോ, അത് ഇറ്റാലിക്സിൽ കൊടുത്തിട്ടുണ്ട് കോൾച്ചിക്കത്തിന്റെ ബോറിക് സിംറ്റത്തിനകത്ത്. Hope you can able to follow me. There is always great prostration, internal coldness and tendency to collapse. കണ്ടോ, അതൊന്നും മറന്നു പോകരുതേ. ഇവർക്ക് തണുപ്പുണ്ടെന്നോ അല്ലെങ്കിൽ ഇവർ പ്രോസ്ട്രേഷൻ ആയിട്ട് വീഴുമെന്നൊന്നും കോൾച്ചിക്കത്തിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നില്ല. ഏതാണ്ട് ഒരു ഗൗട്ടുണ്ട്, അതുകൊണ്ട് എന്തോ വേദന ഉണ്ടെന്നേ നമ്മൾ ചിന്തിക്കത്തുള്ളൂ. പക്ഷെ ഇങ്ങനെ ഒരു പ്രധാനപ്പെട്ട കാര്യം കോൾച്ചിക്കത്തിനുണ്ട് കേട്ടോ. എഫക്ട് ഓഫ് നൈറ്റ് വാച്ചിങ് ആൻഡ് ഹാർട്ട് സ്റ്റഡി ഒക്കെ പറയുന്നുണ്ട്. പിന്നെ പറഞ്ഞിരിക്കുന്ന സിംറ്റം ആണ് ഷോക്സ് ആസ് ഫ്രം ഇലക്ട്രിസിറ്റി ത്രൂ 1/2 ഓഫ് ദ ബോഡി. അങ്ങനെ ചില പേഷ്യൻസ് പറയുന്നത് എന്തോ ഒരു ലൈറ്റ് അടിക്കുന്ന പോലെ, എന്ത് ഈ മിന്നൽ അടിക്കുന്ന പോലെ തോന്നുന്നു എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. സോ 1/2 ഓഫ് ദ ബോഡിയിൽ മാത്രം അങ്ങനെ മിന്നലടിക്കുന്നു. ഓക്കെ, ഇനി ഇതിലൊരു രസകരമായ സിംറ്റം നിങ്ങൾ കണ്ടോ, ഡ്രീംസ് ഓഫ് മൈസ്. നമ്മുടെ ആരെ ഇല്ലാത്തതുകൊണ്ട് എലിക്കുട്ടനെ സ്വപ്നം കാണുന്നവരാണ് കോൾച്ചിക്കം. കണ്ടോ, ഇവരുടെ എക്സ്ട്രിമിറ്റീസ്, ലെഫ്റ്റ് ആർമിന്റെ പെയിനും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അവർക്ക് പിൻസ് ആൻഡ് നീഡിൽസ് പെയിൻ ഉണ്ട്. ഈ പെയിൻ അവർക്ക് ഒരു കാരണവശാലും ടച്ച് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ ഈ കോൾച്ചിക്കത്തിന്റെ പെയിൻ മറ്റുള്ളവരിൽ നിന്ന് എങ്ങനെ ഡിഫറൻസ് ഉണ്ടാക്കുന്ന വെച്ചാൽ, ഒന്ന് ഷിഫ്റ്റിംഗ് പെയിൻ ആണ്. പെയിൻ രാത്രിയിൽ കൂടുന്നു, അവർക്ക് ടച്ച് ചെയ്യാൻ പോലും സമ്മതിക്കരുത്. നമ്മൾ ആർമിക്കൊക്കെ ചിന്തിക്കുള്ളൂ, പക്ഷെ കോൾച്ചിക്കവും അതിന് ഇമ്പോർട്ടന്റ് മെഡിസിൻ തന്നെയാണ് കേട്ടോ. പിന്നെ കോൾനെസ്സും പ്രോസ്ട്രേഷനും അതിനോട് കൂടെ ഉണ്ടെങ്കിൽ വി ക്യാൻ തിങ്ക് ഓഫ് കോൾച്ചിക്കം. ഇത് നമുക്ക് അറിയാവുന്ന പോലെ അവർക്ക് ഫുഡിന്റെ സ്മെല്ലൊന്നും പറ്റില്ല എന്നൊക്കെ നമ്മൾ അറിയുന്നുണ്ടല്ലോ, അത് തന്നെ, അതൊക്കെ തന്നെയാണ് ബാക്കിയുള്ള സിംറ്റംസ്. ഇനി അടുത്തത് കൊളിൻസോണിയ. നമ്മളെല്ലാവരും ഒരുപാട് പേര് നമ്മൾ ഒ പിയിൽ കൊടുക്കുന്ന മെഡിസിൻ ആണല്ലേ കൊളിൻസോണിയ. കൊളിൻസോണിയ, എയ്സ്കുലിസ്, നക്സോമിക്ക, മ്യൂറിയേറ്റിക് ആസിഡ്, ആസിഡ് നൈറ്റ്, ഇതെല്ലാം നമ്മൾ റെക്ടൽ കംപ്ലൈൻസിന് കൊടുക്കുന്ന, ററ്റാനി കൊടുക്കുന്നവരുണ്ട്, നെഗുണ്ടിയം ടിഞ്ചർ കൊടുക്കുന്നവരുണ്ട്. എന്താണ് ഇതിന് ഓരോന്നും നമ്മുടെ ഡിഫറൻസ്? അപ്പൊ ഇതിൽ നോക്കിക്കോളൂ, കൊളിൻസോണിയ കോൺസ്റ്റിപ്പേഷൻ ആണ്, അതാണ് ഇതിന്റെ ഒരു പ്രധാന കാര്യം. ഇപ്പൊ നമ്മൾ റെക്ടൽ കംപ്ലൈൻസ് ഒക്കെ പറയുന്നുണ്ടെങ്കിലും, അതായത് ബ്ലീഡിങ്ങിന്റെ കാര്യം ഇച്ചിരിയും
കോൺസ്റ്റിപ്പേഷൻ കൂടുതലും. അതുകൊണ്ട് കോൺസ്റ്റിപ്പേഷൻ ഡ്യൂറിങ് പ്രഗ്നൻസിക്ക് ചിന്തിക്കുന്ന ഒരു മെഡിസിൻ ആണ് കേട്ടോ. അപ്പൊ ഈ കാര്യം ഒന്ന് നോക്കണേ. ഇപ്പൊ നമ്മൾ കൊളിൻസോണിയ കല്ല്, കൊളിൻ കല്ല് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് സ്റ്റോൺ റൂട്ട്. അപ്പൊ ഈ കൊളിൻസോണിയ പെൽവിക് ആൻഡ് പോർട്ടൽ കൺജഷൻ റിസൾട്ടിങ് ഇൻ ഹെമറോയിഡ്സ് ആൻഡ് കോൺസ്റ്റിപ്പേഷൻ. അപ്പൊ ഇവർക്കുള്ള രണ്ട് സംഭവം, ഒന്ന് പെൽവിക്കും അതുപോലെ പോർട്ടൽ കൺജഷനുമാണ്, എസ്പെഷ്യലി ഇൻ ഫീമെയിൽസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ വേറൊരു ഇറ്റാലിക് സിംറ്റം ആയിട്ട് കിടക്കുന്നത് നിങ്ങൾ കണ്ടോ? അതാ ഞാൻ പറഞ്ഞത്, ചില സിംറ്റംസ് ബോറിക്കലി ഇയാൾക്കുണ്ടോ ഇതെന്ന് ചോദിക്കുന്ന കുറെ സിംറ്റംസ്. കൊളിൻസോണിയെ കുറിച്ച് നമ്മൾ ആകെ ചിന്തിക്കുന്ന സാധനം റെക്ടൽ കംപ്ലൈൻസ് ആണ്. അതുപോലെ അവർക്ക് കുറച്ച് ജലദോഷം കറ്റാറയൊക്കെ ഉണ്ട് കേട്ടോ. ക്രോണിക് നെയ്സൽ ഗ്യാസ്ട്രിക് ഓർ ഫാരിഞ്ചൽ കറ്റാറ ഡ്യൂ ടു പോർട്ടൽ ഒബ്സ്ട്രക്ഷൻ. പ്രാക്ടിക്കലൊന്നും നമ്മൾ ഇത് ഉപയോഗിക്കാറില്ല, പക്ഷെ സിംറ്റം ചോദിച്ചേക്കാം കേട്ടോ. ക്രോണിക് നെയ്സൽ ഗ്യാസ്ട്രിക് ഓർ ഫാരിഞ്ചൽ കറ്റാറ ഡ്യൂ ടു പോർട്ടൽ ഒബ്സ്ട്രക്ഷൻസ്. പിന്നെ പ്രൂറൈറ്റിസ് ഇൻ പ്രഗ്നൻസി വിത്ത് പൈൽസോടൊപ്പം അവർക്ക് ചൊറിച്ചിൽ പോലെ ആ ഭാഗത്തുണ്ടെങ്കിൽ കൊടുക്കാം. പിന്നെ കൊടുത്തിരിക്കുന്ന ഒരു സിംറ്റം കണ്ടോ, സ്പെഷ്യൽ വാല്യൂ ഗിവൺ ബിഫോർ സർജറി ഫോർ റെക്ടൽ ഡിസീസ്. അവരെന്തെങ്കിലും ഒരു കാര്യത്തിന് സർജറിക്ക് ചിന്തിക്കുകയാണ്, റെക്ടൽ ഏരിയയിൽ റെക്ടൽ പ്രൊലാപ്സ് ആവാം, ഈ റെക്ടൽ ഹെമറോയിഡ്സിന്റെ ഗ്രേഡ് കൂടിയതാവാം, അല്ലെങ്കിൽ എന്തെങ്കിലും പോളിപ്പുകളാവാം, എന്താണെങ്കിലും നമുക്ക് ഒരു കൊളിൻസോണിയയുടെ ഒരു കൈ കൊടുക്കാം എന്നാണ് പറയുന്നത്. പിന്നെ അടുത്തൊരു ഇറ്റാലിക് സിംറ്റം കണ്ടോ, കോൺസ്റ്റിപ്പേഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം ഇന്റസ്റ്റൈനൽ അറ്റോണി. പല റീസൺസ് കൊണ്ട് കോൺസ്റ്റിപ്പേഷൻ കുഞ്ഞുങ്ങൾ വരാറുണ്ട്. നമ്മൾ എല്ലാവരും തന്നെ തൈറോയ്ഡ് ഉണ്ടോ ചെക്ക് ചെയ്യിപ്പിക്കാറുണ്ട്. പക്ഷെ ഇന്റസ്റ്റൈനൽ മൂവ്മെന്റ്സ് കുറച്ച് സ്ലഗിഷ് ആയതുകൊണ്ട് കോൺസ്റ്റിപ്പേഷൻ വരുന്നുണ്ടെങ്കിൽ വി ക്യാൻ തിങ്ക് ഓഫ് കൊളിൻസോണിയ. അതല്ല പ്രായമായവരുടെ കേസിലാണ് എങ്കിൽ നമുക്ക് പ്ലംബം മെറ്റാണ് ഒരു മെഡിസിൻ കേട്ടോ. പ്രായമായവരുടെ നിങ്ങളൊന്ന് വായിച്ചു നോക്കണം. ഞാൻ പറയുന്ന സിംറ്റംസിന്റെ കറക്റ്റ് ലാംഗ്വേജിലല്ല ഞാൻ പറയുന്നത്, പക്ഷെ പ്രായമായവർക്ക് ഇഫ് ദർ ഇസ് എ ചാൻസ് ഓഫ് പാർക്കിൻസോണിസം പോലെ ഉള്ളവർക്ക് കോൺസ്റ്റിപ്പേഷൻ വരുവാണെങ്കിൽ വി ക്യാൻ തിങ്ക് ഓഫ് പ്ലംബം. പക്ഷെ കുഞ്ഞുങ്ങളിൽ ഇന്റസ്റ്റൈനൽ അറ്റോണിയിൽ വരുമ്പോൾ കൊടുക്കുന്ന ഒരു മെഡിസിൻ ആണ് കൊളിൻസോണിയ. മറന്നുപോലെ ഇതിനകത്ത് നമുക്കറിയാം സെൻസേഷൻ ഓഫ് ഷാർപ്പ് സ്റ്റിക്സ് പോലെ അവർ പറയുന്നു. ഭയങ്കര ഒബ്സ്റ്റിനേറ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്. പിന്നെ കഫ് ഫ്രം എക്സസീവ് യൂസ് ഓഫ് വോയിസ് എന്ന് പറഞ്ഞ ഇറ്റാലിക്സിൽ കൊളിൻസോണിയെ കുറിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കഫ് ഫ്രം എക്സസീവ് യൂസ് ഓഫ് വോയിസ് കണ്ടോ, ബോറിക്കിൽ കൊടുത്തിട്ടുണ്ട്. കൊളിൻസോണിയത്തെ കുറിച്ച് ഓർക്കണം. ഇനി അടുത്തത് കൊളോസിന്താണ്. കൊളോസിന്തോ വിറ്റർ ക്യുക്കുംബർ. ഇത് പറഞ്ഞിരിക്കുന്നത് അതിന് പ്രത്യേകിച്ച് എന്താ പറയാ കോൺസ്റ്റിറ്റ്യൂഷൻ പറയാനില്ല, പക്ഷെ ഇതിൽ പറഞ്ഞിരിക്കുന്ന ബോറിക് സിംറ്റംസ് നിങ്ങൾ നോക്കണേ. ട്രാൻസിഷൻ സീസൺ വെർ ദ എയർ ഈസ് കോൾഡ് ബട്ട് ദ സൺ ഈസ് സ്റ്റിൽ പവർഫുൾ ഇനഫ് ടു ഹീറ്റ് ദ ബ്ലഡ്. എയർ ഒക്കെ ഇച്ചിരി തണുപ്പുണ്ട്, പക്ഷെ നമ്മുടെ നല്ല എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ ക്ലൈമറ്റ് തെക്ക് ഇങ്ങോട്ടേക്കുള്ള ഭാഗത്തൊക്കെ ഇങ്ങനെയാണ്. എയർ ഇസ് കോൾഡ് ആണ്, പക്ഷെ സണ്ണ് നല്ലോണം ചൂടാക്കാനുള്ള കഴിവുള്ള സണ്ണാണ്. ഓക്കെ. പിന്നെ പറഞ്ഞിരിക്കുന്നത് സിസ്റ്റോസ്പാസം. കൊളോസിന്താണ്. കൊളോസിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. സിസ്റ്റോസ്പാസം ഫോളോയിങ് സർജറി ഓഫ് ഓറിഫൈസസ്. ഓറൽ സർജറി ഇപ്പൊ നമ്മൾ നേരത്തെ ഒന്ന് പറഞ്ഞു, റെക്ടൽ സിംറ്റത്തിന് സർജറി പോകാന്നവർക്ക് വേണമെങ്കിൽ കൊളിൻസോണിയം കൊടുക്കാം അല്ലേ. ഇത് പറയുന്നത് ഓറിഫൈസിന്റെ സർജറിക്ക് ശേഷം സിസ്റ്റോസ്പാസം വരുന്ന കേസിന് കൊടുക്കാം. പിന്നെ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കാത്തൊരു കാര്യമാണ് യൂറിനസ് ഓർഡർ ഓഫ് പെർസ്പിറേഷൻ. ചോദിച്ചേക്കാം കേട്ടോ. കൊളോസിന്തിന് അതിന് ബ്രാക്കറ്റിലെ ബെറിബറിസും നൈട്രിക് ആസിഡ് ഒക്കെ പറയുന്നുണ്ട്. പെർസ്പിറേഷന് യൂറിന്റെ സ്മെല്ല് കണ്ടോ. പിന്നെ നമുക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ് ഇന്റൻസ് ന്യൂറാൾജിയ റിലീവ്ഡ് ബൈ പ്രഷർ. ഇന്റൻസ് ന്യൂറാൾജിയ റിലീവ്ഡ് ബൈ പ്രഷർ ഉണ്ട്. ആഗണൈസിങ് പെയിൻ ഇൻ ദ അബ്ഡമൻ ഉണ്ട്. അതുകൊണ്ട് ആൾ എന്ത് ചെയ്യും, ആളെന്താ ചെയ്യുക, ബെൻസ് ഹിംസെൽഫ് അല്ലെ, ആളിങ്ങനെ മടങ്ങി വേദന കൊണ്ട് മടങ്ങും അല്ലെ. അത് തന്നെയാണ് ഈ ബെൻഡ് ഡബിൾ ആണ് ഇവരുടെ ഹൈലൈറ്റ് അല്ലെങ്കിൽ കീനോട്ട് ഓഫ് ദിസ് റെമഡി എന്ന് പറയുന്നത്. ബെൻഡിങ് ഡബിൾ തന്നെയാണ്, ബെൻഡിങ് ഡബിൾ അമലറേഷൻ. പിന്നെ പറയുന്നത് വിമൻ വിത്ത് സെഡൻഡറി ഹാബിറ്റ്സ് ആൻഡ് കോപ്പിയസ് മെൻസസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു ഇറ്റാലിക് സിംറ്റംസിനകത്ത് പറയുന്നത് ക്ലാംഡ് വിത്ത് അയൺ ഹാൻഡ്സ്. ഇനി ക്ലാസ്ഡ് എന്ന് എഴുതിയിരിക്കുന്നത് ക്ലാംഡ് ആണ്, ക്ലാംഡ് വിത്ത് അയൺ ഹാൻഡ്സ്. പിന്നെ ഒരു ഇറ്റാലിക് സിംറ്റം പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ കണ്ടോ, സൗണ്ട്സ് റീ എക്കോ ഇൻ ഇയേഴ്സ്. കണ്ടോ, സൗണ്ട്സ് റീ എക്കോ, ചെവി തന്നെ വീണ്ടും ശബ്ദം കേൾക്കുന്നു. കൊളോസിന്തിനുള്ളതാണ് സൗണ്ട്സ് റീ എക്കോ ഇൻ ഇയേഴ്സ്. അത് എനിക്ക് തോന്നുന്നു സംതിങ് റിലേറ്റഡ് ടു ദെയർ വേർട്ടിഗോ കംപ്ലൈൻസുമായിട്ട് റിലേറ്റഡ് ആയിരിക്കാം. സൗണ്ട്സ് റീ എക്കോ ഇൻ ഇയേഴ്സ്. പിന്നെ ആസിഡ് ക്ലാംഡ് വിത്ത് അയൺ ഹാൻഡ്സ്, വിമൻ വിത്ത് സെഡൻഡറി ഹാബിറ്റ്സ് ആൻഡ് കോപ്പിയസ് മെൻസസ്, ബെൻഡിങ് ഡബിൾ അമലറേഷൻ ആണ്, യൂറിനസ് ഓർഡർ ഓഫ് പെർസ്പിറേഷൻ ഉണ്ട്. എങ്കിലും ഇൻട്രോയിൽ ഇങ്ങനെയാണ് പറയുന്നത്, ട്രാൻസിഷൻ സീസണിൽ യു ക്യാൻ തിങ്ക് ഓഫ് ദിസ് മെഡിസിൻ. ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. പിന്നെ ഈ നമ്മുടെ പറഞ്ഞതിനകത്ത് ഒരു കാര്യം കൂടെ പറഞ്ഞിരിക്കുന്നത്, നമ്മൾ സാധാരണഗതിയിൽ കൊളോസിന്റെ ഒരു വേദന സംഹാരി എന്നുള്ള രീതിയിലാണല്ലോ കൊടുക്കുന്നത്.
പ്രത്യേകിച്ച് പീരീഡ്സിന്റെ സമയത്ത്. പക്ഷെ നിങ്ങൾ നോക്കണേ, ഫീമെയിൽ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, ബോറിംഗ് പെയിൻ ഇൻ ദ ഓവറി മസ്റ്റ് ബെൻഡബിൾ വിത്ത് ഗ്രേറ്റ് റെസ്റ്റ്ലെസ്നെസ്, റൗണ്ട് സ്മോൾ സിസ്റ്റിക് ട്യൂമേഴ്സ് ഇൻ ദ ഓവറി ഓർ ബ്രോഡ് ലിഗമെന്റ്സ് എന്ന് എടുത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഓവറിൻ സിസ്റ്റിന് ചിന്തിക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ നമ്മൾ എപ്പിസോ തൂജയോ മെഡോറിനോ ഒക്കെ ആലോചിക്കുന്നതോടൊപ്പം തന്നെ ചിന്തിക്കാൻ പറ്റിയ ഒരു മെഡിസിൻ ആണ് കൊളോസിൻ എന്ന് പറയാം. കണ്ടോ, ഇവർക്കും കൺട്രാക്ഷൻ ഓഫ് മസിൽസ് ഒക്കെ ഉണ്ട്. ഓക്കെ, എനിവേ ഇവരുടെ മെയിൻ പ്രശ്നം എന്ന് പറയുന്നത് ബെൻഡിങ് ഡബിൾ കൊണ്ടാണ് അമലറേഷൻ ഉണ്ടെന്നുള്ളതാണ്. പിന്നെ അതിന്റെ മൊഡാലിറ്റീസ് പറഞ്ഞിട്ടുണ്ട്, ആങ്കറും ഇൻഡിഗ്നേഷനും ഇവരുടെ കണ്ടീഷൻസ് വേഴ്സ് ആക്കുന്നു. അപ്പൊ ദേഷ്യം, വൈരാഗ്യ ബുദ്ധികളൊക്കെ ഉള്ളത് ഈ കൊളോസിനിൽ തന്നെയാണെന്നുള്ള കാര്യം ഒന്ന് ഓർക്കുക. പിന്നെ അതിനകത്തൊരു കൊളോസിന്റെ ബെസ്റ്റ് ആന്റിഡോട്ട് ഫോർ ലെഡ് പോയിസണിംഗ് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. അല്ലാതെ കുറെ സാധനങ്ങളെ കുറിച്ച് ലെഡ് പോയിസണിങ്ങിന്റെ വലിയ ആന്റിഡോട്ടാന്ന് പറഞ്ഞ് കീനോട്ടിൽ ഒത്തിരി മെഡിസിൻസ് കിടക്കുന്നതാണ്. സോ ഐ ഡോണ്ട് തിങ്ക് സോ ദാറ്റ് ഇസ് ഇമ്പോർട്ടന്റ്. അപ്പൊ ഈ കാര്യം കൂടെ ഒന്ന് ഓർക്കുക കേട്ടോ. അപ്പൊ കൊളോസിന്റെ ഈ ട്രാൻസിഷൻ സീസൺ ഓർക്കുക, യൂറിൻ ഓർഡർ ഓഫ് പെർസ്പിറേഷൻ ഓർക്കുക. ബാക്കിയൊക്കെ നമ്മൾ കീനോട്ടിൽ വായിക്കുന്നത് തന്നെയാണ്. ഇനി അടുത്തത് കൊണിയം മാക്യുലേറ്റം അഥവാ നമ്മുടെ പോയിസൺ ഹെംലോക്ക്. നമ്മളെ വാട്ടർ ഹെംലോക്ക് എന്ന് സിക്യൂട്ടേ പറഞ്ഞു. കൊണിയം മാക്ക് എന്ന് പറയുന്നത് എന്ത് ഹെംലോക്ക് ആണ്? പോയിസൺ ഹെംലോക്ക്. ഇപ്പൊ ദ ബാം ഓഫ് ഗിലിയാദ് ഫോർ ഡിസീസ് ഓഫ് ഓൾഡ് മെയ്ഡ്സ് ആൻഡ് വുമൻ ഡ്യൂറിങ് ആൻഡ് ആഫ്റ്റർ ക്ലൈമാക്സ്. ഇത് ബിബ്ലിക്കൽ വേർഡ് ആണ്. ബിബ്ലിക്കല് ബുക്സ് ഓഫ് ഐസിയ പറഞ്ഞിട്ടുണ്ട് ഗിലിയാദിലെ തൈലം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ ഗിലിയാദിലെ തൈലം എന്ന് പറഞ്ഞാൽ അവരുടെ വിശ്വാസപ്രകാരം ആ തൈലം എല്ലാ രോഗങ്ങൾക്കും ഒരു സൗഖ്യം പോലെ ഉള്ള ഒരു തൈലമാണെന്നാണ്, സൗഖ്യം തരുന്ന ഒരു തൈലം എന്നാണ് ബാം ഓഫ് ഗിലിയാദ്, ഗിലിയാദിലെ തൈലം എന്ന് പറയും. അപ്പൊ അതേപോലെ തന്നെയാണ് ഇതെന്നാണ് പറയാം. ആർക്കൊക്കെ? ഓൾഡ് മെയ്ഡ്സ് ആൻഡ് വിമൻ ഡ്യൂറിങ് ആൻഡ് ആഫ്റ്റർ ക്ലൈമാക്സ്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ ഏത് ഏജിലുള്ള വേദനക്കാർക്ക് ഇത് കൊടുക്കാമെന്ന്. ആൻഡ് എസ്പെഷ്യലി ഫോർ ഡിസീസ് ഓഫ് ഓൾഡ് മെൻ, ഓൾഡ് മെയ്ഡ്, ഓൾഡ് ബാച്ചിലേഴ്സ് with rigid muscular fiber, persons with light hair who are easily excited, strong persons of sedentary habits. അപ്പം കുറച്ച് വാർദ്ധക്യ സഹജമായ കാര്യങ്ങൾക്കെല്ലാം നമ്മൾ കോണിയമാക്ക് കൊടുക്കാറുള്ളത്. അതുകൊണ്ടാണ് കോണിയമാക്ക് ഇതിന്റെ ഒരു ഹൈപ്പർട്രോഫി ടെൻഡൻസി ഉള്ളത് BPH കൊടുക്കും. നമ്മൾ കോണിയമാക്ക് വെർട്ടിഗൊക്കെ കൊടുക്കും. കുറച്ച് ഓൾഡ് മെയ്ഡ്സ് വിത്ത് പാൽപിറ്റേഷൻ എന്നൊക്കെ നമ്മൾ ബെറൈറ്റ കാർബിൽ പറയുന്നെങ്കിലും പല കാര്യങ്ങളും കോണിയമാക്കിനുണ്ട്. ഈവൻ കാറ്ററാക്ട് കണ്ടീഷൻസിന് പോലും കോണിയമാക്ക് ഞാൻ കഴിഞ്ഞ ദിവസം റൂബ്രിക്കിലേക്ക് എവിടോ കണ്ടു കേട്ടോ. അപ്പൊ ഇത് ഒന്ന് ഓർക്കുകയാണെ. അപ്പൊ ഇവർക്ക് ഓൾഡ് മെൻ, ഓൾഡ് മെൻ ആൻഡ് ഓൾഡ് ബാച്ചിലേഴ്സിനൊക്കെ സ്യൂട്ട് ചെയ്യുന്ന മെഡിസിൻ ആണ്. മറ്റൊന്ന് പറയുന്നത് ക്യാൻസറസ് ആൻഡ് സ്ക്രൂപ്ലെസ് പേഴ്സൺസ് വിത്ത് എൻലാർജ് ഗ്ലാൻഡ് ആൻഡ് ഇത് നമുക്കറിയാം ക്യാൻസറിനൊക്കെ കൊടുക്കുന്ന മെഡിസിൻ ആണ്. ഇനി ഇതിന് ഇറ്റാലിക്സ് പോലെ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തെന്ന് നോക്കൂ. നമുക്കറിയാലോ പ്ലാറ്റോയുടെ കഥകളും ഡെത്ത് ഓഫ് സോക്രട്ടീസിന് ഉപയോഗിച്ച സാധനങ്ങളൊക്കെ നമുക്ക് അതറിയാം. അതല്ല, അസെൻഡിങ് പാരാലിസിസ് ഇറ്റ് പ്രൊഡ്യൂസസ്. അസെൻഡിങ് പാരാലിസിസ് ആണ് ഇതുള്ളത്. ഓക്കെ, ആ വാക്ക് ഓർക്കണം. കോണിയമാക്കിന് എപ്പോഴും അസെൻഡിങ് പാരാലിസിസ് ആണ്. പിന്നെ പറയുന്നത് ഡെബിലിറ്റി, ഹൈപ്പോകോൺഡ്രിയാസിസ്, യൂറിനറി ട്രബിൾ, വീക്ക് മെമ്മറി. ചില വാർദ്ധക്യ സഹജമാണ് അല്ലെ, എനിക്ക് ഈ രോഗമുണ്ട് ആ രോഗമുണ്ട് എന്നൊക്കെ പറയും. അവർക്ക് ഭയങ്കര ക്ഷീണമാണ്, ഓർമ്മക്കുറവുണ്ട്, അതുപോലെ യൂറിനറി ട്രബിൾസ് ഒരുമിച്ച് കണ്ട യു കൻ തിങ്ക് ഓഫ് കോണിയം മാക്ക്. മറ്റൊന്ന് പറയുന്നത് ട്രബിൾ അറ്റ് ദ ചേഞ്ച് ഓഫ് ലൈഫ്, ഓൾഡ് ആൻഡ് ബാച്ചിലേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ട്രബിൾ അറ്റ് ദ ചേഞ്ച് ഓഫ് ലൈഫ്, യു ക്യാൻ സീ ദാറ്റ് ചേഞ്ച് ഓഫ് ലൈഫിൽ അവർക്കുള്ള ചില ബുദ്ധിമുട്ടുകൾ. പിന്നെ പറഞ്ഞിരിക്കുന്നത് ഇറ്റാലിക്സിൽ കൊടുത്തിരിക്കുന്നു, അതായത് ഈ ഇറ്റാലിക്സിൽ കൊടുത്ത സിംറ്റം ആണ് വീക്ക്നെസ് ഓഫ് ബോഡി ആൻഡ് മൈൻഡ്, ട്രംബ്ലിംഗ് ആൻഡ് പാൽപിറ്റേഷൻ. ഈ വീക്ക്നെസ് ഓഫ് ബോഡി മൈൻഡ് നമ്മൾ ഇഷ്ടംപോലെ റെമഡിക്ക് കാണും. പക്ഷെ അതിന്റെ കൂട്ടത്തിൽ വിറയലും കൂടെ വന്നാൽ വീക്ക്നെസ് ഓഫ് ബോഡി, മൈൻഡ്, ട്രംബ്ലിംഗ് ആൻഡ് പാൽപിറ്റേഷൻ കാണുന്നത് ഇതിലാണ്. അതുപോലെ കാണുന്നതാണ് ഇൻസോംനിയ ഓഫ് മൾട്ടിപ്പിൾ ന്യൂറൈറ്റിസ്. മൾട്ടിപ്പിൾ ന്യൂറൈറ്റിസ് കേസിൽ ഇൻസോംനിയ വരുന്നു. പിന്നെ നിങ്ങൾ കണ്ടോ, ഇറ്റാലിക്സിലൊന്നും കൊടുത്തതല്ല, പക്ഷെ മേ ബി യൂസ്ഫുൾ ഫോർ യു. ഗ്രോത്ത് ഓഫ് ട്യൂമേഴ്സ് ഇൻവൈറ്റ് ഇറ്റ് ഓൾസോ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. കണ്ടോ, ഗ്രോത്ത് ഓഫ് ട്യൂമേഴ്സ് ഇൻവൈറ്റ്സ് ഇറ്റ് ഓൾ. കണ്ടോ. പിന്നെ ഈ നമ്മുടെ വാർദ്ധക്യ സഹജമായ പല പ്രശ്നങ്ങൾ, അതായത് ഡിഫിക്കൽട്ട് ഗെയിറ്റ്, സ്ട്രെങ്ത് വൈൽ വാക്കിംഗ്, ഇതെല്ലാം പെയിൻഫുൾ സ്റ്റിഫ്നെസ് ഓഫ് ദ ബോഡി, ഇതിനെല്ലാം കോണിയം ഇമ്പോർട്ടന്റ് ആണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പം മെനോപോസൽ ഓൾഡ് മെയിൽ ബാച്ചിലേഴ്സിനൊക്കെ കൊടുക്കുന്ന മെഡിസിൻ ആണ്. ട്യൂമർ കണ്ടീഷൻസിന്, ഗ്രോത്ത് ഓഫ് ട്യൂമേഴ്സിന് ഇത് കൊടുക്കാവുന്നതാണ്. വീക്ക്നെസ് ഓഫ് ബോഡി ആൻഡ് മൈൻഡ് ഉണ്ട് വിത്ത് ട്രംബ്ലിംഗ് ആൻഡ് പാൽപിറ്റേഷൻ. ക്യാൻസറസ് ഡയാറ്റിസ് ആണ് ബേസിക്കലി ഈ മെഡിസിൻസ്. ഇൻസോംനിയ ഓഫ് മൾട്ടിപ്പിൾ ന്യൂറൈറ്റിസ്. പിന്നെ നമുക്കറിയാം വെർട്ടൈഗോ ഓൺ ലൈങ് ഡൗൺ ആൻഡ് ടേണിംഗ് ദ ഹെഡ്. പിന്നെ ഇവർക്ക് ഫോട്ടോഫോബിയം, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. കണ്ടോ ബ്രാക്കറ്റിൽ കാറ്ററാക്ട് കണ്ടോ, ഡിം സൈറ്റഡ് ഡ്യൂ ടു കാറ്ററാക്ട്, അതുകൊണ്ട് നമ്മൾ കാറ്ററാക്ടിന് കൊടുക്കാറുള്ളതാണ്. അതുപോലെ കോർണിയൽ അൾസറിന് കൊടുക്കുന്നതാണ്.
കോണിയമാക്കിൽ പറയുന്ന മറ്റ് സ്റ്റൂൾ സിംറ്റംസ് നിങ്ങൾ നോക്ക്, വീക്ക്നെസ് ആഫ്റ്റർ എവറി സ്റ്റൂൾ. കാരണം എന്ന് വെച്ചാൽ ഇവർക്ക് ഈ പിന്നെ ഈ ന്യൂറോളജിക്കൽ സിംറ്റംസ് കാണുന്നത് കൊണ്ട് വീക്ക്നെസ് ഉണ്ടാവും എവറി സ്റ്റൂൾ. പിന്നെ യൂറിനറി പറയുന്നത് ഇറ്റ് ഫ്ലോസ് ആൻഡ് സ്റ്റോപ്സ് അഗെയിൻ, ഇന്ററപ്റ്റഡ് യൂറിനേഷൻ ആണെന്നും സപ്രസ്ഡ് സെക്ഷൽ അപ്പറ്റൈറ്റ് കൊണ്ടാണ് വരുന്നതെന്നും. പിന്നെ മെൻസസിന് മുമ്പേ ബ്രസ്റ്റ് എൻലാർജ് ആൻഡ് ബിക്കം പെയിൻഫുൾ ബിഫോർ ഓർ ഡ്യൂറിങ് മെൻസസ്. അങ്ങനെ ഒത്തിരി ലേഡീസ് വരാറുള്ളതാണല്ലോ അല്ലെ. ഫൈബ്രോഡനോമ തന്നെ ആണെന്നില്ല, അതിനു മുൻപ് അവർക്ക് വളരെ പെയിൻഫുൾ ആയിട്ട് ബ്രസ്റ്റ് എൻലാർജ് ചെയ്യുന്ന പോലെയൊക്കെ തോന്നുന്നു എന്ന കാര്യം പറഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ മസ്കുലാർ വീക്ക്നെസ്, അതുകൊണ്ടാണ് പറഞ്ഞത് അസെൻഡിങ് പാരാലിസിന് ഈ മെഡിസിൻ കൊടുക്കുന്നതാണ്. പിന്നെ പുട്ടിംഗ് ഫീറ്റ് ഓൺ ചെയർ റിലീവ്സ് പെയിൻ. കണ്ടോ, കോണിയം മാക്കിലുള്ള സിംറ്റം ആണ് പുട്ടിംഗ് ഫീറ്റ് ഓൺ ചെയർ റിലീവ്സ് പെയിൻ. ചെയറിൽ കാല് വെക്കുമ്പോൾ ഇച്ചിരി ആശ്വാസമുണ്ട്. ഇതൊക്കെ നമ്മൾ ഒപ്പിയിൽ കേൾക്കുന്ന കുറെ റാൻഡമായിട്ട് കേൾക്കുന്ന സിംറ്റംസാണ്. നമുക്ക് എല്ലാ മെഡിസിനും ഒരുമിച്ച് കൊടുക്കാൻ പറ്റാത്ത കുഴപ്പമുള്ളൂ. ഓക്കെ, സോ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ്. പുട്ടിംഗ് ഫീറ്റ് ഓൺ ചെയർ റിലീവ്സ് ദ പെയിൻ. പിന്നെ ആക്സിലറി ഗ്ലാൻസിന്റെ കാര്യങ്ങളൊക്കെ ഇതിനകത്ത് പറയുന്നുണ്ട്. അപ്പൊ ഈ കാര്യം നിങ്ങൾ നോക്കാം. അപ്പം ഗ്രോത്ത് ഓഫ് ട്യൂബേഴ്സിനെ ഇൻവൈറ്റ് ചെയ്യുന്ന മെഡിസിൻ ആണ്. വീക്ക്നെസ് ഓഫ് ബോഡി ആൻഡ് മൈൻഡ് പ്ലസ് ട്രംബ്ലിംഗ് ആൻഡ് പാൽപിലേഷൻ, ഓൾഡ് ബാച്ചിലേഴ്സിനൊക്കെ കൊടുക്കുന്ന മെഡിസിൻ ആണ്. ഓക്കെ, ഇനി അടുത്തത് നമ്മുടെ ക്രോക്കസ് ആണ്. ക്രോക്കസിനെ കുറിച്ച് അറിയാമോ? ക്രോക്കസ് പൊട്ടിച്ചിരിയാണ് അല്ലേ. നമ്മള് യക്ഷിയാണ് ക്രോക്കസ്. എന്താണ് കാരണം? ഇറ്റ് ഇസ് എ റെമഡി ഫോർ ലാഫിംഗ് മാനിയ ഓർ ലോഫിംഗ് മാനിയ. അവരോട് പറഞ്ഞിരിക്കുന്നത് ക്രോക്കസ് ഇൻട്രൊഡക്ഷൻ ഇങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഹെമറേജസ് ദാറ്റ് ആർ ബ്ലാക്ക് ആൻഡ് സ്ട്രിഞ്ചി. കണ്ടോ ക്രോക്കസിനെ കണ്ടത്? കുറച്ച് കറുത്ത കളറിലുള്ളത്, അതായത് ഈ ക്ലോട്ട് പോലെയൊക്കെ വരുന്ന പോലെയാണ്. അത് കുറച്ചുകൂടെ ഡാർക്ക് കളറായി നമ്മൾ അഡിനോമയോസിസിലൊക്കെ പറയുന്ന പോലെയാണ്. അഡിനോമയോസിസ് കണ്ടീഷനോ അല്ലെങ്കിൽ എൻഡോമെട്രിയോസിസിലൊക്കെ പറയുന്ന പോലെ ബ്ലാക്ക് ആൻഡ് സ്ട്രിഞ്ചി ആയിട്ടുള്ള ഡിസ്ചാർജ് ആണ് ഇവർക്കുള്ളത്. ഇവർക്ക് കോറിയ, ഹിസ്റ്റീരിക്കൽ അഫെക്ഷൻസ് ഒക്കെ ഉണ്ട്. ലാഫിംഗ് മാനിയ ഉള്ളൊരു മെഡിസിൻ ആണ് ലാഫിംഗ് മാനിയ. ഓക്കെ, ആങ്കർ വിത്ത് വയലൻസ് ഫോളോഡ് ബൈ റിപ്പറ്റൻസ് എന്ന് കണ്ടോ. ആദ്യം നമ്മളോട് കുറെ പേഷ്യൻസ് ഇങ്ങനെ പറയാറുണ്ട് അല്ലേ, എനിക്ക് ഭയങ്കര ദേഷ്യം വരും, പെട്ടെന്ന് തന്നെ ഞാൻ അങ്ങനെ സോൾവ് ആവും, എനിക്കത് ഭയങ്കര മനസാക്ഷി കുത്താണല്ലോ ദേഷ്യപ്പെട്ടിട്ടൊന്നും അല്ലേ. അങ്ങനെയുള്ള കണ്ടീഷൻ കാണുന്നത് ക്രോക്കസിലാണ്. ആങ്കർ വിത്ത് വയലൻസ് ഫോളോഡ് ബൈ റിപ്പറ്റൻസ്, ലാഫിംഗ് മാനിയ, ഡ്രൗസീൻ ആൻഡ് ലാസിറ്റ്യൂഡ് ബെറ്റർ ബൈ ലിറ്റററി ലേബർ. നമ്മൾ കേട്ടിട്ടുണ്ട്, നമുക്ക് ക്ഷീണം വന്ന് നമ്മൾ ആദ്യം എന്ത് ചെയ്യും? കിടന്നുറങ്ങും അല്ലേ. അവർക്ക് അങ്ങനെയല്ല, അവരുടെ ക്ഷീണം മാറ്റുന്നത് പുസ്തകപ്പുഴ ആയതുകൊണ്ടായിരിക്കും അല്ലേ. ബെറ്റർ ബൈ ലിറ്റററി ലേബർ. പിന്നെ ഒരു വേർഡ് പറഞ്ഞിരിക്കുന്നത്, എന്റെ വേർഡ് മീനിങ് ഞാൻ നോക്കാൻ വിട്ടുപോയി. ആ വാക്ക് ഇറ്റാലിക്സിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. VACILLATI, വാസിലേറ്റിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടേ. അത് നിങ്ങൾ ഓർത്തിരിക്കണേ. മേ ബി റിലേറ്റഡ് വിത്ത് മാനിയ, ലാഫിംഗ് മാനിയ റിലേറ്റഡ് ആയിരിക്കും. അപ്പൊ ആ കാര്യം കൂടെ നിങ്ങളൊന്ന് ഓർത്തിരിക്കും. കുറെ ഇറ്റാലിക്സ് ഒക്കെ ഉണ്ട്, എങ്കിലും ഈ ഡാർക്ക് സ്ട്രിഞ്ചി എന്നുള്ളത് തന്നെയാണ് അതിലെ ഇമ്പോർട്ടൻസ് ട്ടോ. ദെൻ കമ്മിങ് ടു ക്രോട്ടാലസ് ഹോറിഡസ്, അല്ലെങ്കിൽ നമ്മുടെ റാറ്റിൽ സ്നേക്ക് എന്ന് പറയുന്നത് ഇതാണ്. മറ്റത് ലാക്കസസ് തുറൂക്കുക്കു സ്നേക്ക് ആണ് കേട്ടോ. ഇതാണെങ്കിൽ എന്താ പറയുന്നത്? റാറ്റിൽ സ്നേക്ക് അല്ലെങ്കിൽ ക്രോട്ടാലസ് ഹോറിഡസ്. ഇതിന്റെ ഒരു കാര്യം പറയുന്നത് വെച്ചാല് കുറെ ഈ നമ്മളിപ്പോ പറയുന്ന മഞ്ഞപ്പിത്തത്തിന്റെ ഏറ്റവും ഡെബിലിറ്റേറ്റിംഗ് സ്റ്റേറ്റ്, അല്ലെങ്കിൽ ഭയങ്കര ഹെമറേജിക് ആയിട്ടുള്ള ഹെമറേജിക് ഫീവർ ഒക്കെ ഉള്ള കേസ്, അതായത് ഈവൻ തിങ്ക് ഓഫ് ഡ്യൂറിങ് ഡെങ്കു ഫീവർ എന്ന് എനിക്ക് തോന്നുന്നു. ഡെങ്കുവിന്റെ ഹെമറേജിക് ഫീവറിനൊക്കെ കൊടുക്കാൻ പറ്റിയ ഒരു മെഡിസിൻ ആണ് ക്രോട്ടാലസ് ഹോറിഡസ്. നമുക്കെല്ലാം അറിയാവുന്നത് തന്നെയാണ് അല്ലെ. അപ്പൊ ഈ ക്രോട്ടാലസ് ഇറ്റ് ഈസ് ഇൻഡിക്കേറ്റഡ് ഇൻ സ്ട്രൂമസ് ഡെബിലിറ്റേറ്റഡ് ഹെമറേജിക് ബ്രോക്കൺ ഡൗൺ കോൺസ്റ്റിറ്റ്യൂഷൻ ഡ്യൂറിങ് സൈമോട്ടിക് ഡിസീസ് ആൻഡ് ഇൻ എബ്രിയേറ്റ്സ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇത് ക്രോട്ടാലസ് പൊതുവെ സ്നേക്സിലെ കുറെ എണ്ണം ലെഫ്റ്റ് സൈഡിലുണ്ട്, പക്ഷെ ക്രോട്ടാലസ് ഹോറിഡസ് റൈറ്റ് സൈഡ്. നമുക്കറിയാം ലാക്കസസ് ലെഫ്റ്റ് സൈഡ് ആണ് അല്ലേ, പക്ഷെ ക്രോട്ടാലസ് ഹോറിഡസ് റൈറ്റ് സൈഡ് സ്നേക്ക് ആണ്. ഇടതിനോട് ചായവുള്ള സ്നേക്ക് ഏതാണ്? ക്രോട്ടാലസ് ഹോറിഡസ്. ഇതും സ്ലീപ് ടു ഹിസ് സിംറ്റംസ്, ആക്ട് ആസ് എ സെഡേറ്റീവ്, ഹെമറേജിക് ഡയാലിസിസ് ഒക്കെ ഉള്ള ആളാണ്. അപ്പം മറ്റേ ലാക്കസിനെ പോലെ തന്നെ സ്ലീപ് ടു ഹിസ് സിംറ്റംസ് തന്നെയാണ്, പക്ഷെ ഇവൻ റൈറ്റ് സൈഡിലാണ് കേട്ടോ. പിന്നെ സീരിയറി ന്യൂറോളജിക്ക് കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ ഇതിനകത്ത് പറയുന്നത് പോലെ മിനിയേഴ്സ് ഡിസീസിനൊക്കെ കൊടുക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇത് ഇതിലെ കാര്യമല്ല, അതുകൊണ്ട് തന്നെ ഇത് റൈറ്റ് സൈഡഡ് പാരാലിസിസിന് കൊടുക്കുന്നൊക്കെ പറയാറുണ്ട് കേട്ടോ. അപ്പൊ ദിസ് ഇസ് ഫോർ എ റൈറ്റ് സൈഡഡ് റെമഡി. മറന്നു പോയത് ക്രോട്ടാലസ് ഹോറിഡസ് ഓർ റാറ്റിൽ സ്നേക്ക്. ഇനി ക്രോട്ടൺ ടിഗ് എന്ന് പറയുന്നു. നമ്മള് ഈ ക്രോട്ടൺ ടിഗിനെ കുറിച്ച് പറയുന്നത്, ക്രോട്ടൺ ടിഗ് ഇസ് വൺ ഓഫ് ദി ആന്റിഡോട്ട്സ് ടു റസ്റ്റ് പോയ്സണിങ് എന്ന് ബോറിക്കിൽ പറഞ്ഞിട്ടുണ്ട്. വേറെ മെഡിസിൻസ് ഒക്കെ നിങ്ങൾ കാണുമായിരിക്കും, പക്ഷെ ബോറിക്കിൽ പറഞ്ഞിരിക്കുന്ന റെസ്ട്രോക്സ് പോയ്സണിങ്ങിനുള്ള ആന്റിഡോട്ട് എന്ന് പറയുന്നത് ക്രോട്ടൺ ടിഗ് ആണ്. ഡയറിക്ക് കൊടുക്കും, സമ്മർ കംപ്ലൈന്റ് കൊടുക്കും, നമുക്ക് അറിയാവുന്ന കാര്യം തന്നെ അല്ലേ. ഡയറിയ, ഈ ക്രോട്ടൺ ടിഗ് ഒരു ഡയറിയൽ മെഡിസിൻ ആണ്.
പിന്നെ ഡയറിക്ക് കൊടുക്കും, സമ്മർ കംപ്ലൈൻസ് കൊടുക്കും, സ്കിൻ അഫെക്ഷൻസിന് ക്രോട്ടൻഡിക്ക് കൊടുക്കാറുണ്ട്. എല്ലാം സത്യമാണ്. പക്ഷെ ഇറ്റ് ഇസ് വൺ ഓഫ് ദി ആന്റിഡോട്സ് ടു റെസ്റ്റ് പോയിസണിങ്. നമുക്ക് ഓർത്താൽ അറിയാം, റെസ്റ്റോക്സ് ഇതുപോലത്തെ ഇറക്ഷൻസിന് കൊടുക്കുന്ന കുറിച്ച് തന്നെ. അതേപോലെ റെസ്റ്റോക്സ് കൊണ്ട് കുറച്ച് പോയിസണിങ് ആയി പോയ കേസ് ആണെങ്കിൽ വി ക്യാൻ തിങ്ക് ഓഫ് ക്രോട്ടൻഡിക്. ഒരു സിംറ്റം ആണ് ഇറ്റാലിക്സിൽ കൊടുത്തിരിക്കുന്നത്. നിങ്ങൾ കണ്ടോ? ബേണിംഗ് ഇൻ ദ ഈസോഫാഗസ്. കണ്ടോ? ബേണിംഗ് ഇൻ ദ ഈസോഫാഗസ്. അത് മറന്നു പോകരുത്. ഈസോഫാഗസിൽ ഒരു ബേണിംഗ് എന്ന് പറഞ്ഞ് ഇറ്റാലിക്സിൽ കൊടുത്താൽ ഇതാണ് മെഡിസിൻ. പിന്നെ അതിൽ ഒരു കാര്യം കൂടെ നിങ്ങൾ ഓർക്കണം. നഴ്സിംഗ് വുമന്റെ ഒരു കംപ്ലൈന്റ് പറയുന്നത് കണ്ടോ? പെയിൻ ഫ്രം ദ നിപ്പിൾ ടു ദ ബാക്ക്. കണ്ടോ? ക്രോട്ടൻഡിങ്ങിന് നിപ്പിളിൽ നിന്ന് പെയിൻ വരുന്നത് മാസ്റ്റൈറ്റിസ് ആവണമെന്നല്ലേ ഫീഡിങ് മദേഴ്സിലൊക്കെ വരുന്ന അറിയാലോ. അപ്പൊ ആ നിപ്പിളിൽ നിന്ന് ബാക്കിലോട്ട് പോകുന്നത് ഇതിലാണ്. അതേസമയം ഓപ്പോസിറ്റ് ബ്രസ്റ്റിലോട്ട് പോകുന്ന എന്റെ വിശ്വാസം ശരിയാണെങ്കിൽ ബൊറാക്സിലാണ്. അപ്പൊ ആ കാര്യം നിങ്ങൾ ഓർക്കണേ. നിപ്പിൾ ടു ബാക്ക് ആണെങ്കിൽ അത് ക്രോട്ടൻഡിക് ആണ്, ഓപ്പോസിറ്റ് ബ്രസ്റ്റ് ആണെങ്കിൽ ബൊറാക്സ് ആണ്. അതുകൂടെ ഒന്ന് ഓർത്ത് വെക്കുക. പിന്നെ ഈ സ്കിൻ കംപ്ലൈൻസിനൊക്കെ ഇത് കൊടുക്കാറുള്ളതാണ്. ഈ വെസൈക്കിൾസ് പോലെ നമ്മൾ പെംഫിഗസ് എന്നൊക്കെ പറയുന്ന കണ്ടീഷന് ക്രോട്ടൻഡിക് ചിന്തിക്കാറുണ്ട് ആൾക്കാർ. അതുപോലെ അതേ സാധനം ക്യാൻഡാരിസിനൊക്കെ ഈ ബ്ലിസ്റ്റർ ലൈക്ക് ആയതുകൊണ്ട് കൊടുക്കാറുണ്ട് കേട്ടോ. അപ്പൊ അതാണ് ക്രോട്ടൻഡിക്കിന്റെ കഥ. ദെൻ കമ്മിങ് ടു കുപ്രമെറ്റ്. ഈ കുപ്രമെറ്റില് കുപ്രം ഗ്രൂപ്പുകാരെല്ലാം ഈ അബ്ഡമൽ കംപ്ലൈൻസ് ഉള്ള മെഡിസിൻ ആണ്. പക്ഷെ നമ്മൾ കുപ്രമെറ്റ് ആണല്ലോ എപ്പോഴും പഠിക്കാറ്. അപ്പൊ കുപ്രമെറ്റിനെ കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്. സ്പാസ്മോഡിക് അഫെക്ഷൻസ് കൊടുക്കുന്നു. ക്രാംസ് എവിടെ തുടങ്ങുന്നു? ബിഗിനിങ് ഇൻ ഫിംഗേഴ്സ് ആണ്. മറന്നു പോരുത്. കൈകാലികളിൽ തുടങ്ങിയിട്ട് മേലോട്ട് തെറിക്കുന്നവരാണ് കുപ്രമെറ്റിന്റെ കാര്യം. ഈ കോറിയ ഫ്രൈറ്റിൽ നിന്നൊക്കെയാണ് വരുന്നത്. അതിലൊരു ഇമ്പോർട്ടന്റ് കാര്യം പറയുന്നത് നോസിയ ദാറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ ഇൻ എനി അതർ റെമഡി. നമുക്ക് നോസിയ അറിയാവുന്നത് ഇപ്പിക്കാക്കിലായിരിക്കും, നമുക്ക് നോസിയ അറിയാവുന്ന അക്സോമിക്കയിലായിരിക്കും. പക്ഷെ എല്ലാ മെഡിസിനെക്കാട്ടും നോസിയ പറയുന്ന ഒരു മെഡിസിൻ കുപ്രമെറ്റ് ആണ്. റെക്കോർഡിക്കലി ആണ്, അല്ലെങ്കിൽ ബുക്സ് പ്രകാരമാണ്. പ്രാക്ടിക്കലി സത്യമാണെന്ന് എനിക്ക് അറിയില്ല കേട്ടോ. ഇനി സിംറ്റംസ് ദാറ്റ് അപ്പിയർ ടു ബി പീരിയോഡിക്കലി ആൻഡ് ഇൻ ഗ്രൂപ്സ് ആൻഡ് ദ കംപ്ലൈൻസ് വിച്ച് ബിഗിൻ ഇൻ ലെഫ്റ്റ് സൈഡ്. മറന്നു പോരുത്. അപ്പൊ കുപ്രം ഒന്ന് ഫിംഗേഴ്സിൽ തുടങ്ങുന്നു, ഒന്ന് ലെഫ്റ്റ് സൈഡിൽ തുടങ്ങുന്നു, പീരിയോഡിക്കലി ആയിട്ട് വരാം. ഫ്രൈറ്റിന് ശേഷം വരുന്ന കോറിയ ആയിരിക്കാം. ഫിംഗേഴ്സ് തുടങ്ങി ബാക്കിയുള്ളത് സ്പ്രെഡ് ചെയ്യും. നമ്മൾ ഒത്തിരി പഠിച്ചിട്ടുണ്ട്, നീസിൽ തുടങ്ങി അപ്പവും അങ്ങനെയുള്ളതൊക്കെ. ബിഫോർ ആയിട്ട് കമ്പയർ ചെയ്യാറുണ്ട്. ബിഫോർ റീപ്രൊഡക്റ്റീവ് ഓർഗൻസ് ആണ്, അല്ലെങ്കിൽ മെൻസസിന്റെ സമയത്തൊക്കെ വേഴ്സൺ ആവുന്ന കാര്യമാണ് അല്ലെ. അതിൽ കുറെ കാര്യം പറഞ്ഞിട്ടുണ്ട്. അതായത് ഓറ ബിഗിൻസ് ദ നീസ്, അസെൻസ് ടു ഹൈപ്പോഗാസ്ട്രിയം ഫോംഡ് ബൈ അൺകോൺഷ്യസ് ഫോമിങ് ആൻഡ് ഫോളിങ്. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അതും ഗ്രൂപ്പായിട്ടാണ് വരിക. ഒരു പർട്ടിക്കുലർ മസിലായിട്ടല്ല, ഒരു ഗ്രൂപ്പ് ഓഫ് മസിൽസിലാണ് വരുന്നത്. ഇത് ടൈഫോമിന് കൊടുക്കാമെന്നാണ് പറയുന്നത്. പിന്നെ നമ്മൾ കേട്ടിട്ടുള്ള സംഭവമാണ് അല്ലെ, ഗേഗ്ലിംഗ് സൗണ്ട്, ഗളകള ശബ്ദം വെള്ളം കുടിക്കുമ്പോൾ കേൾക്കുന്നത് കുപ്രമെറ്റിനാണ്. അതൊന്ന് ഓർത്തിരിക്കണേ. ആഫ്റ്റർ പെയിൻസിനൊക്കെ മെഡിസിൻ കൊടുക്കുമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ബട്ട് തിങ്സ് ഈ അതുപോലെ ചിലർ പറയാറുണ്ടല്ലേ, ഈ കാലിന്റെ മസിൽ ഭയങ്കര ക്രാംസ് ഉണ്ടാവാറുണ്ടെന്നൊക്കെ. യു കെൻ തിങ്ക് ഓഫ് കുപ്രം കേട്ടോ. അപ്പൊ കുപ്രം പൊതുവെ സ്പാസ്മോഡിക് അഫെക്ഷൻ കൊടുക്കുന്നതാണ്. ക്രാംസ് വിച്ച് ബിഗിൻ ഇൻ എക്സ്ട്രിമിറ്റീസ്, അത് ഓർത്തിരിക്കുക. നോസിയ ഗ്രേറ്റർ ദാൻ എനി അതർ റെമഡി. പിന്നെ കോംപ്ലിമെന്ററി പറയുന്നത് കാൽക്കേരി ആണ്. ഇനി കമ്മിങ് ടു സൈക്ലാമൻ യൂറോപ്യ. ഈ സൈക്ലാമൻ യൂറോപ്യ എന്ന് പറയുന്ന മെഡിസിൻ ഇതേപോലെ ഒരു ഫീമെയിൽ റെമഡിയാണ് അല്ലെ. അപ്പൊ അതിന്റെ ഫാമിലി ഓർമ്മയുണ്ടോ? ആദ്യകാലത്തൊക്കെ സൈക്കിളായിരുന്നു. ഇപ്പോഴാണ് നമ്മൾ കാറും ബൈക്കും പിന്നെ വലിയ വലിയ ഹാരി ഡേവിഡ്സനൊക്കെ വാങ്ങാൻ തുടങ്ങിയത് അല്ലേ. അപ്പം സൈക്ലാമൻ പ്രിമുലേസിയ, ഞാൻ അതിനകത്ത് പറഞ്ഞത് സോബ്രഡ് ഓർ പ്രിമുലേസിയ. അപ്പൊ ഇറ്റ് ഈസ് ബെസ്റ്റ് സ്യൂട്ടഡ് ഫോർ leukophlagmatic persons with anemic or chlorotic conditions, easily fatigued and in consequence not inclined to any kind of labor, feeble or suspended functions of organs or special senses. അപ്പൊ ഈ സൈക്ലാമന്റെ ഒരു കാര്യം പറഞ്ഞാല് ഫീമെയിൽ കംപ്ലൈൻസിന് കൊടുക്കുന്നത് തന്നെയാണ്. കാൽക്കേരിയ കാർബിനെ പോലെ തന്നെ ഇവരും ലൂക്കോഫ്ലഗ്മാറ്റിക് ആണ്. ഒരു കാരണവും അല്ലെങ്കിൽ ഒരു ജോലിയും ചെയ്യാതെ ചെയ്യണം. കണ്ടോ? കണ്ടോ, ഈസിലി ഫറ്റീഗ് ആൻഡ് ഇൻ കോൺസിക്വൻസ് നോട്ട് ഇൻക്ലൈൻഡ് ടു എനി കൈൻഡ് ഓഫ് ലേബർ, സസ്പെൻഡഡ് ഫങ്ഷൻസ് ഓഫ് ഓർഗൻസ് ആണ്. ഇവരുടെ പ്രത്യേകത പറയുന്നത് കണ്ടോ, 3 കാര്യമാണ് ബോർഗിൽ പറയുന്നത്: സ്ലീപ്പിനെസ്, മോറോസ്നെസ് ആൻഡ് ലാസിറ്റ്യൂഡ്. ഈ 3 കാര്യങ്ങൾ അല്ലെ. സൈക്ലാമൻ എന്ന് പറയുന്ന ആള് സ്ലീപ്പിനെസ്, മോറോസ്നെസ് ആൻഡ് ലാസിറ്റ്യൂഡ്, ഈ 3 സ്വഭാവം അവർക്കുള്ളതാണ്. ഓക്കെ. പിന്നെ കണ്ണിന് മുമ്പിൽ ഒരു മിന്നായം പോലെ കണ്ടു എന്ന് പറയുന്നത് പോലെ ഫ്ലിക്കറിംഗ് ബിഫോർ ഐസ് ഒക്കെ ഇവർക്ക് പറയുന്നുണ്ട്. ഇനി ഇവരുടെ ഒരു പ്രത്യേകത പറയുന്നത് കഫ് അറ്റ് നൈറ്റ് വൈൽ അസ്ലീപ് വിത്തൗട്ട് വേക്കിംഗ്, എസ്പെഷ്യലി ഇൻ ചിൽഡ്രൻ. ഉറക്കത്തിലാണ്, ഉണർത്തുന്നില്ല, പക്ഷെ എന്തോ ഒരു ചുമ പോലെ കാണിക്കുന്നു എന്ന് പറഞ്ഞാൽ യു കൻ തിങ്ക് ഓഫ് സൈക്ലാമൻ.
ഇതിന്റെ ലാർജ് ഡോസസ് മേ പ്രൊഡ്യൂസ് വയലന്റ് പേർജിങ് ആൻഡ് വോമിറ്റിംഗ് വിത്ത് വെരി സോൾട്ടി സലൈവ, ടെറേഴ്സ് ഓഫ് കോൺഷ്യസ്നെസ്, കൺസൈൻസ് കണ്ടോ. അതായത് വളരെ വർഷങ്ങൾ മുമ്പ് ഒരു ഡോക്ടർ പറഞ്ഞ കഥയാണ്. അതായത് ഒരു ലേഡി അവരുടെ അവര് ദൂര സ്ഥലത്ത് എവിടെയായിരുന്നു, അപ്പൊ അവരുടെ അമ്മയ്ക്ക് കുറച്ച് ഡിസീസ് വേഴ്സന്റ് ആയി. ഇവർ എത്തിപ്പെടാമെന്ന് വിചാരിച്ചു, പക്ഷെ അവർക്ക് എത്തിപ്പെടാൻ പറ്റിയില്ല. അതിനു മുൻപേ അമ്മ മരിച്ചുപോയി. അപ്പൊ ഇവർ ഈ ഒരു ഓഫ് ഡ്യൂട്ടി അൺഡൺ മറ്റോ ബോർഡിൽ കിടപ്പുണ്ട്. ഓഫർ നെഗ്ലക്റ്റഡ് ഡ്യൂട്ടി എന്നാണെങ്കിലും നോട്ട് ഡൺ ഇതിനോട്ട് കിടപ്പുണ്ട്. അപ്പൊ ഇവർക്ക് ഈ ദുഃഖമാണ്, ഞാൻ എൻ്റെ അമ്മയ്ക്ക് സമയത്ത് ചെയ്യേണ്ടതായിരുന്നു, ഞാൻ ചെയ്തില്ല, അത് ഇവരെ ഹോണ്ട് ചെയ്തുകൊണ്ടിരുന്നു. ഓക്കെ, അതിന് കൊടുക്കാൻ പറ്റിയൊരു മെഡിസിൻ ആണെന്ന് അന്ന് സാറ് പറഞ്ഞ് ഞാൻ ഓർക്കുന്നുണ്ട്. സോ ഐ എം ഷെയറിംഗ് വിത്ത് യു ഗ്രീവസ് ഓവർ എ നെഗ്ലക്റ്റഡ് ഡ്യൂട്ടി ഓർ ടെറേഴ്സ് ഓഫ് കോൺസൈൻസ്. ഓക്കെ, കണ്ടപ്പോ ഒന്ന് പറഞ്ഞതാണ്. ഫ്ലിക്കറിംഗ് ബിഫോർ ഐസ് ഉണ്ട്, ഫ്ലിക്കറിംഗ് സോൾട്ടി ടേസ്റ്റ് ആണ് ഇവരുടെ പ്രത്യേകത. അതുപോലെ മെൻസസ് ഒക്കെ പ്രൊഫ്യൂസ് ആണ്, ക്ലോട്ടഡ്, ടു ഏർലി വിത്ത് ലേബർ ലൈക്ക് പെയിൻസ് ഫ്രം ദ ബാക്ക് ടു പ്യൂബസ്, നടുവിൽ നിന്ന് പ്യൂബസിലോട്ട് വരുന്ന വേദന ഇവർക്കുണ്ട് കേട്ടോ. പിന്നെ ഹീൽ പെയിന് ഇത് കൊടുക്കാം. ഹീൽ പെയിന് നമ്മളിപ്പോ സോളിലെ പെയിനിന് എവിടെയോ ഞാൻ വായിച്ചു, തൂജയും മെഡോറിനും ഒക്കെ ഈ സോൾ പെയിന് കൊടുക്കാം. അതേപോലെ ഒരു മെഡിസിൻ തന്നെയാണ് സൈക്ലാമിനും കേട്ടോ. സോ സോർ പെയിൻ ഇൻ ദ ഹീൽസിന് കൊടുക്കുന്ന ഒരു മെഡിസിൻ ആണ്. പിന്നെ അപ്പൊ സൈക്ലാമിനെ കുറിച്ച് നിങ്ങൾ ഓർക്കുമല്ലോ, ലൂക്കോ ഫ്ലഗ്മാറ്റിക് പേഴ്സൺ ആണ്, ഒരു കാരണമില്ലാതെ അവർക്ക് ക്ഷീണാവും. പിന്നെ ലാർജ് ഡോസസ് ഉള്ള കൊണ്ട കുഴപ്പവും, ടെറേഴ്സ് ഓഫ് കൺസൈൻസ് ആൻഡ് ഗ്രീസ് ഓവർ നെഗ്ലക്റ്റഡ് ഡ്യൂട്ടി. പിന്നെ ഇറ്റാലിക് സിംപ്റ്റം ഓർക്കണം, സ്ലീപ്പിനെസ്, മോറോസ്നെസ് ആൻഡ് ലാസിറ്റ്യൂഡ്. ഇനി ഡിജിറ്റാലിസ് ആണ്. അപ്പൊ നമ്മൾ എങ്ങനെയൊക്കെയോ സി കംപ്ലീറ്റ് ആക്കി. നിങ്ങളൊന്ന് വായിച്ചു നോക്കണം കേട്ടോ. പ്രധാനപ്പെട്ടെന്ന് എനിക്ക് കണ്ണിൽ തോന്നുന്ന കാര്യങ്ങളാണ് ഞാൻ വേഗത്തിൽ പറഞ്ഞു പോകുന്നത്. ഇത് മാത്രം മതിയെന്ന് പറയാനാവില്ല, പക്ഷെ ഇതെങ്കിലും വേണം കേട്ടോ. ഒന്നാമത്തെ പ്രശ്നം എന്താ വെച്ചാൽ കീനോട്ട് പഠിക്കാത്ത ഒരാളും ആ എക്സാമിന് വരില്ല. അപ്പൊ നമ്മൾ കീനോട്ടിൽ ഒരു ക്വസ്റ്റ്യൻ പോയാൽ നമ്മുടെ വലിയ നഷ്ടമാണ്. അതുകൊണ്ട് കീനോട്ട് നിങ്ങൾ ഇതാണ് കീനോട്ട് പഠിക്കുന്നത്. ഞാനിങ്ങനെയാണ് ചെയ്യുന്നത് കേട്ടോ. ഓരോരുത്തർക്കും ഓരോ രീതി ഉണ്ടാവുമെങ്കിലും കീനോട്ട് വേഗത്തിൽ പഠിച്ചെടുക്കാം, വേഗത്തിൽ പലതവണ റിവൈസ് ചെയ്യുക. അതാണ് കീനോട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം. ചിലപ്പോൾ ബോറിക്ക് നമുക്ക് കുറച്ചുകൂടെ പാടാണ്, നമ്മൾ തുടങ്ങിയിട്ടില്ലാത്തതുകൊണ്ടാണ്. ഈ ബോറിക്ക് തന്നെയാണ് ബേസിക് ആയിട്ട് നിങ്ങൾ മെട്രിമെഡിക്കൽ PG ആയാൽ പഠിക്കേണ്ടത് കേട്ടോ. അതുകൊണ്ട് ഇത് ഇമ്പോർട്ടന്റ് ആണ്. ഇനി പ്രാക്ടീസിനും അതിലേറെ ഇമ്പോർട്ടന്റ് ആണ്. അങ്ങനെ ഓർക്ക് പഠിക്കാൻ പറ്റുമെങ്കിൽ ഉപകാരമാണ് കേട്ടോ. ഇനി അടുത്ത ഡിജിറ്റാലിസ് നമ്മുടെ സ്ക്രോഫുലറേഷ്യ ഫാമിലി മെമ്പർ ആണ്. ഫോക്സ് ഗ്ലോ എന്നൊക്കെ ഇതിനെ വിളിക്കും. ഇവരുടെ പൾസ് എങ്ങനെയാണ്? വീക്ക്, ഇറഗുലർ, ഇന്റർമിറ്റന്റ്, അബ്നോർമലി സ്ലോ, വീക്ക്നെസ് ആൻഡ് ഡയലറ്റേഷൻ ഓഫ് ദി മയോകാർഡിയം. അപ്പൊ നമ്മളിപ്പം കാക്ടസിൽ പഠിച്ചപ്പോൾ പറഞ്ഞു അല്ലേ, ക്ലോട്ട് ഉണ്ടാവാനുള്ള ഒരു ടെൻഡൻസി കാക്ടസിനുണ്ട്. ഡിജിറ്റാലിസിന് മയോകാർഡിയത്തിന്റെ ഡയലറ്റേഷന് കൊടുക്കും. അതായത് നമ്മുടെ വെൻട്രിക്കുലർ ഹൈപ്പർട്രോഫി വന്നു, കുറെ കാലമായിട്ട് പ്രഷർ ഉള്ള ഒരാൾക്ക് വന്നു, അയാൾക്ക് കുറച്ച് വീക്ക്നെസ് ഉണ്ടെന്ന് പറഞ്ഞാൽ ഡിജിറ്റാലിസ് കൊടുക്കാം, പ്രൊവൈഡഡ് പൾസ് കുറയാൻ പാടില്ല കേട്ടോ. പൾസ് കുറഞ്ഞ കേസിലാണെങ്കിൽ കൊടുക്കരുത്. ഗ്രേറ്റർ ഇൻഡിക്കേഷൻ ഈസ് ഇൻ ഫെയിലിയർ ഓഫ് കോമ്പൻസേഷൻ, എസ്പെഷ്യലി വെൻ ഓറിക്കുലാർ ഫിബ്രിലേഷൻ സെറ്റിൽ. ഓറിക്കുലാർ ഫിബ്രിലേഷൻ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ കോമ്പൻസേഷൻ ഫെയിലിയർ ആവുന്ന കേസുകളിലാണ് ഇത് കൊടുത്തിരിക്കുന്നത്. ജോണ്ടിസ് ഫ്രം ഇൻഡ്യൂറേഷൻ ആൻഡ് ഹൈപ്പർട്രോഫി ഓഫ് ദ ലിവർ, അതായത് നമ്മളെ ലിവർ ഹൈപ്പർട്രോഫി കൊണ്ടുള്ള ജോണ്ടിസ്. സഡൻ പൾസ് ഇൻ റീകംബന്റ് പൊസിഷൻ, ഇറഗുലർ ആൻഡ് ഡൈക്രോട്ടിക് ഇൻ സിറ്റിംഗ്. ഇതെല്ലാം ബോറിക്കിനുള്ളത് തന്നെയാണ് കേട്ടോ. പൾസ് വീക്ക് ആണ്, ഇറഗുലർ ആണ്, ഇന്റർമിറ്റന്റ് ആണ് കണ്ടോ, അബ്നോർമലി സ്ലോ. അപ്പം വിസ് എന്നൊക്കെ നമുക്ക് പറയാം അല്ലെ, വീക്ക്, ഇറഗുലർ, ഇന്റർമിറ്റന്റ്, അബ്നോർമലി സ്ലോ, weakness and dilatation of the myocardium, slow pulse in recumbent posture but irregular dicrotic. എഴുന്നേൽക്കുന്ന സമയത്ത് അത് ഡൈക്രോട്ടിക് പൾസ് ആയിട്ട് മാറും. പിന്നെ ഈ ഓറിക്കുലാർ ഫ്ലട്ടർ ഫിബ്രിലേഷൻ ഒക്കെ വന്നു എന്ന് പറയുന്നില്ലേ, അത് അവർക്ക് റുമാറ്റിക് ഫീവറിന് ശേഷം വന്നതായിരിക്കും. ലിവർ ഹൈപ്പർട്രോഫി ഇറ്റാലിക്സിൽ തന്നെ പറയുന്നതുകൊണ്ടാണ് ഞാൻ എടുത്ത് പറഞ്ഞത് കേട്ടോ. ജോണ്ടിസ് ഫ്രം ഇൻഡ്യൂറേഷൻ ആൻഡ് ഹൈപ്പർട്രോഫി ഓഫ് ദി ലിവർ ഫ്രീക്വന്റ്ലി കോൾ ഫോർ ഡിജിറ്റാലിസ് അവർ പ്രത്യേകം കൊടുത്തിട്ടുണ്ട്. പിന്നെ ബ്ലൂഷ് ആയിട്ട് സൈനോയിസ്റ്റ് ആയിട്ടൊക്കെ കാണാം. കാർഡിയാക് മസ്കുലാർ ഫൈബറിന്റെ ഫെയിലിയർ ഉണ്ട് വെൻ അസിസ്റ്റോളിസ് പ്രസന്റ്, അസിസ്റ്റോൾ പ്രസന്റ് ആയ കേസുകൾ. പിന്നെ എവിടെയോ ഞാൻ വായിച്ചിട്ടുണ്ട് പൾസ് ഫീബിൾ ആണെങ്കിൽ ഇത് കൊടുക്കരുത് കേട്ടോ. ഞാൻ എവിടെ ഓർക്കുന്നില്ലേ, അത് ഓർക്കണം കേട്ടോ. എപ്പിഗാസ്ട്രൽ ടെൻഡൻസ് ഉണ്ട്. ഇവരുടെ ഈ ഒബ്സ്ട്രക്റ്റീവ് ജോണ്ടിസിന്റെ കണ്ടീഷൻസിൽ ഇത് കൊടുക്കുന്നതുകൊണ്ട് തന്നെ ചൈനയും ഡിജിറ്റാലിസിനും ഒക്കെ അവരുടെ സ്റ്റൂൾ വൈറ്റ് കളർഡ് സ്റ്റൂളാണ്. അപ്പം ഇത് ഒബ്സ്ട്രക്റ്റീവ് ജോണ്ടിസിന് കൊടുക്കുന്ന ഒരു മെഡിസിൻ ആണ്. ലിവർ ഒക്കെ പെയിൻഫുൾ ആണ്. പിന്നെ ഇറഗുലർ ഹാർട്ട് ഡ്യൂ ടു മിറ്റൽ ഡിസീസ്, പിന്നെ സഡൻ സെൻസേഷൻ ആസ് ഇഫ് ദ ഹാർട്ട് സ്റ്റുഡ് സ്റ്റിൽ. ആ കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാമല്ലോ. അപ്പൊ ഈ കാര്യങ്ങൾ കൂടെ ഒന്ന് ഓർത്തിരിക്കണം കേട്ടോ.
ഇനി കമ്മിങ് ടു ഡയസ്കോറിയ വില്ലോസ അല്ലെ, നമ്മളൊരു ഗ്യാസ് കൂട്ടനായിട്ടാണ് ഇതിനെ കാണുന്നത് അല്ലെ. പേഴ്സൺസ് ഓഫ് ഫീബിൾ ഡൈജസ്റ്റീവ് പവേഴ്സ്, ഓൾഡ് ഓർ യങ്. കോളിക്ക് പെയിൻ, ഇവന്റെ എങ്ങനെയാണ് അമലറേഷൻ ഫ്രം ബെൻഡിങ്, aggravation from bending forward and while lying, amelioration not standing erect or bending backwards അല്ല forwards ആട്ടോ, എനിക്ക് തെറ്റിയതാണ്. ആൻഡ് റിവേഴ്സ് ഓഫ് കൊളോസിൻ, കൊളോസിന് മുന്നിലോട്ട് ആഞ്ഞു കഴിയുമ്പോഴാണ് കുറയുന്നതെങ്കിൽ ഇവർക്ക് അമലറേഷൻ ഒന്നെങ്കിൽ നേരെ ഇരിക്കണം അല്ലെങ്കിൽ പുറകോട്ടൊക്കെ ബെൻഡ് ചെയ്യണം കേട്ടോ. ബെൻഡിങ് ബാക്ക്വേർഡ്സ്, യെസ് റൈറ്റ്, ബെൻഡിങ് ബാക്ക്വേർഡ്സ് ആണ് അമലറേഷൻ. ടൈപ്പ് ചെയ്ത് തെറ്റല്ല, ബെൻഡിങ് ബാക്ക്വേർഡ്സ് തന്നെയാണ്. പിന്നെ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് ഇവരെ പിന്നെ ഡയസ്കോറിയ വില്ലോസ അഥവാ വൈൽഡ് യാമിനെ ആസ് എ റെമഡി ഫോർ മെനി കൈൻഡ്സ് ഓഫ് പെയിൻ, എസ്പെഷ്യലി കോളിക് and in severe painful affection of abdomen and pelvic viscera, it ranks with the polycrest of മെക്രിമെഡിക്ക. മെക്രിമെഡിക്കയിൽ പറയുന്ന നമ്പർ 1 പോളിക്രസ്റ്റുകൾക്കുള്ള പോളിക്കുകൾക്ക് നമ്മൾക്ക് ചിന്തിക്കുന്നുണ്ടോ അതിലും അബ്ഡമൻ ആൻഡ് പെൽവിക് വിസറയിൽ ചിന്തിക്കുന്നുണ്ടെങ്കിൽ യു ക്യാൻ തിങ്ക് ഓഫ് ഡയസ്കോറിയ എന്ന് എടുത്ത് പറഞ്ഞിട്ടുണ്ട്. ആൻഡ് യു ക്യാൻ സി ഇറ്റാലിക്സിൽ ഗോൾഡ് സ്റ്റോൺ കോളിക് എന്ന് പറഞ്ഞിട്ടുണ്ട്. കണ്ടോ, ഇറ്റാലിക്സിൽ ഡയസ്കോറിയ ഗോൾഡ്. നമ്മൾ ഗോൾഡ് സ്റ്റോൺ കോളിക് ചൈനയിൽ പറയുന്നുണ്ട്, സെലിഡോണിയത്തിൽ പറയുന്നുണ്ട്, ഡയസ്കോറിയ പറയുന്നുണ്ട്. ഇതിനൊക്കെ പറയുന്നുണ്ടെങ്കിലും ഡോണ്ട് ഫോർഗെറ്റ് ഡയസ്കോറിയ ഉണ്ട്. ഓക്കെ, അപ്പം ആളുടെ പെയിനിന്റെ അനുസരിച്ചാണ് നമ്മൾ മെഡിസിൻസ് കൊടുക്കാനെന്ന് മാത്രം. ഓക്കെ, പിന്നെ ആ ഡയസ്കോറിയയിൽ ഒരു 1 സെന്റൻസ് കിടക്കുന്നുണ്ട് മൈൻഡിൽ, നിങ്ങൾ കണ്ടോ, കോൾ തിങ്സ് ബൈ ദ റോങ് നെയിം ഇല്ലേ. നമ്മളിലൊക്കെ ഒരുപാട് പേരുടെ പേര് ടീച്ചേഴ്സ് തെറ്റായിട്ട് വിളിക്കാറുണ്ടല്ലേ. യു ഷുഡ് ഹാവ് ഗിവൺ ഡയസ്കോറിയ ഫോർ ദാറ്റ്. ഇനി ഇതിനകത്ത് പറയുന്നുണ്ടോ, ഷാർപ്പ് പെയിൻ ഫ്രം ദ ലിവർ ഷൂട്ടിംഗ് അപ്വേർഡ് ടു ദ റൈറ്റ് നിപ്പിൾ പറഞ്ഞിട്ടുണ്ട്. സ്ട്രോങ് സ്മെല്ലിംഗ് സ്വെറ്റ് ഓഫ് സ്ക്രോട്ടം പറഞ്ഞിട്ടുണ്ട്. ഫീബിൾ ആക്ഷൻ ഓഫ് ഹാർട്ട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഫെലൻസിന് കൊടുക്കാൻ പറ്റുന്ന ഒരു മെഡിസിൻ ആണ് ഡയസ്കോറിയ എന്ന് പറയുന്നുണ്ട്. വെൻ ദ ട്രിക്കിംഗ് പെയിൻ ഇസ് ഫെൽറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങളൊന്ന് ഓർക്കുക. ഈ അബ്ഡമൽ പെയിൻ അപ്പിയർ ഇൻ റിമോട്ട് ലൊക്കാലിറ്റീസ് ആസ് ഫിംഗേഴ്സ് ആൻഡ് ടോസ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഡയസ്കോറിയയുടെ പെയിൻ എപ്പോഴും എങ്ങനെയാണ്, അവരുടെ പെയിൻ റിലീവ്ഡ് ബൈ ബെൻഡിങ് ബാക്ക്വേർഡ്സ്. ആ കാര്യം ഒന്ന് ഓർത്തിരിക്കുക കേട്ടോ. ദെൻ കമ്മിങ് ടു ഡിഫ്തീരിനം, അതില് ഒരു പേര് പറഞ്ഞു കിടക്കുന്നുണ്ടോ, ഹോമിയോപ്പതിക് ആന്റിറ്റോൺ എന്ന് കിടക്കുന്നുണ്ട്. അത് ഞാൻ എവിടെ നിന്ന് എഴുതിയിട്ടാണ്, അതിനകത്ത് അങ്ങനെ ഒരു കിടക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, എസ്പെഷ്യലി അഡാപ്റ്റഡ് ടു സ്ട്രൂമസ് ഡയാത്തസിസ്, സ്ക്രോഫിലസ്, സോറിക് ഓർ ട്യൂബർക്കുലസ് പേഴ്സൺസ് പ്രോൺ ടു കെറ്റാറൽ അഫെക്ഷൻസ് ഓഫ് ത്രോട്ട് ആൻഡ് റെസ്പിറേറ്ററി മ്യൂക്കസ് മെംബ്രെയിൻ. സ്ട്രൂഫിലസ് അതിന് നമുക്ക് സംശയമില്ല അല്ലെ, ഒരു ഡിഫ്തീരിയക്ക് കൊടുക്കുന്ന മെഡിസിൻ ആയതുകൊണ്ട് സ്ട്രോമസ് കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്, സ്ക്രോഫിലസ് ആണ്. അത് ഒന്നെങ്കിൽ സോറിക് റീസൺസ് കൊണ്ട് അല്ലെങ്കിൽ ട്യൂബർക്കുലസ് റീസൺസ് കൊണ്ടാണ് അവർക്ക് വരുന്ന കെറ്റാറൽ അഫെക്ഷൻസ്. ഇപ്പൊ ഒരു ഡിഫ്തീരിയ വരുന്ന പേഷ്യന്റിന് എന്തുണ്ടാവും, സാധാരണഗതിയിൽ അവർക്ക് ഭയങ്കര വീക്ക്നെസ് ഉണ്ടാവും അല്ലെ. പേഷ്യൻസ് വിത്ത് വീക്ക് ഓർ എക്സ്പോസ്ഡ് വൈറ്റാലിറ്റി ഹെൻസ് ആർ എക്സ്ട്രീംലി സസ്പെക്ടബിൾ ടു ഡിഫ്തീരിയ വൈറസ് വെൻ ദ അറ്റാക്ക് ഫ്രം ദ ഓൺസെറ്റ് ടെൻഡ് ടു മാലിഗ്നൻസി, ഒരു മാലിഗ്നൻസി സ്റ്റേജിലോട്ട് പോകും. അപ്പൊ അതിന് പറഞ്ഞിരിക്കുന്നത്, അതായത് ഈ ഡിഫ്തീരിയ കൊണ്ടുള്ള വീക്ക്നെസ്സിന് പറയുന്ന ഒരു മെഡിസിനാണ്, നമ്മൾ മെർക്ക് പഠിക്കാണ്ട് മെർക്ക് സൈനൈറ്റം, അതേപോലെ മെഡിസിനാണ് ലാക്കനൈനം. പിന്നെ പോസ്റ്റ് ഡിഫ്തീരിയറ്റിക് പാരാലിസിന് കൊടുക്കുന്ന മെഡിസിനാണ് ഡിഫ്തീരിയം. ഇത് കൂടാതെ ലാക്സിലൊക്കെ ഇത് കിടപ്പുണ്ട്, പോസ്റ്റ് ഡിഫ്തീരിയറ്റിക് പാരാലിസിസ്. അപ്പൊ പോസ്റ്റ് ഡിഫ്തീരിയറ്റിക് പാരാലിസിന് കൊടുക്കും. ഈ വൈറസിന്റെ അടിയിൽ ഡിഫ്തീരിയ വൈറസിന്റെ ടെൻഡൻസി ടെൻസ് ടു ബി എ മാലിഗ്നൻസി. അപ്പം വീക്ക്നെസ് പ്ലസ് ഡിഫ്തീരിയ വരുന്നത് ഡിഫ്തീരിയനും ഉണ്ട്, മെർക്ക് സൈനൈറ്റിസ് ഉണ്ട് കേട്ടോ. മെർക്ക് സൈനൈറ്റിസ് പറയുമ്പോൾ പറയും. ഇറ്റാലിക്സിൽ പോസ്റ്റ് ഡിഫ്തീരിയറ്റിക് പാരാലിസിസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൂ. പിന്നെ swallowed without pain but fluids are vomited എന്നൊക്കെ അതിൽ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ദെൻ കമ്മിങ് ടു ഡ്രൊസീറ. അപ്പൊ ഡ്രൊസീറയെ കുറിച്ച് ഹനിമാൻ പറയുന്നത് ഇങ്ങനെയാണ്, പറയുന്നത് അങ്ങനെയാണ്. അതായത് നമ്മൾ പറഞ്ഞു പോളിക്രസ്റ്റ് റെമഡിയോളം വേദന സമഹാരിയായി, അബ്ഡമൽ പെയിൻ സമഹാരിയായിട്ട് പറയുന്നത് ഡയസ്കോറിയ എന്ന് പറഞ്ഞ പോലെ ഹനിമാന്റെ പ്രിൻസിപ്പൽ റെമഡി ഫോർ വൂപ്പിംഗ് കഫ് ആണ് ഡ്രൊസീറ. നമുക്ക് അറിയാവുന്ന കാര്യമാണ്. ക്യാൻ ബ്രേക്ക് ഡൗൺ റെസിസ്റ്റൻസ് ട്യൂബർക്കിൾ ലാരിഞ്ചൽ തൈസസ്. പിന്നെ ഈ തൈസിസ് വരുന്നതുകൊണ്ട് തന്നെ വോമിറ്റിംഗ് ഓഫ് ഫുഡ് ഡ്യൂ ടു കഫിംഗ് വിത്ത് ഇറിറ്റേഷൻ ആൻഡ് എക്സ്പെക്ടറേഷൻ ഒക്കെ പറഞ്ഞിട്ടുണ്ട്. ഇവരുടെ വേർട്ടിഗോ എന്ന് പറയുന്നത് ലെഫ്റ്റ് സൈഡിലോട്ട് വീഴാനുള്ള ഒരു ടെൻഡൻസിയൊക്കെ ഉള്ള വേർട്ടിഗോ ആണ്. ഓരോ പെരോക്സിസമും ഒന്നിനു ശേഷം ഒന്ന് പെട്ടെന്ന് വരുന്നുണ്ടാണല്ലോ ഈ നമ്മൾ ഈ വൂപ്പിംഗ് കഫിന് ഏകദേശം ഒരു 100 കഫോളം വരുമെന്ന് പറയുന്നതും അവർക്ക് കൺജക്റ്റൈവൽ കൺജഷൻ വരുമെന്നൊക്കെ പറയുന്നത് അതിനൊക്കെ ഈ ഡ്രൊസീറ കൊടുക്കുന്നതാണ് കേട്ടോ. ആസ്മ വെൻ ടോക്കിംഗ്. ഓക്കെ, അപ്പൊ ഇതെല്ലാം ഡ്രൊസീറയുടെ കീഴിൽ വരുന്നതാണ്. അപ്പം ഹാനിമാൻസ് പ്രിൻസിപ്പൽ റെമഡി ഫോർ വൂപ്പിംഗ് കഫ്. ഇനി ഡൾ ക്യാമറ അഥവാ ബിറ്റർ സ്പീച്ച് പറഞ്ഞിരിക്കുന്നത് അഡാപ്റ്റഡ് ടു പേഴ്സൺസ് ഓഫ് ഫ്ലെഗ്മാറ്റിക് സ്ട്രോഫിലിസ്. ഇപ്പൊ ഡൾ ക്യാമറയും
കോൾച്ചിക്കവും തമ്മിൽ ഒരുപാട് ബന്ധമുണ്ട്. പക്ഷെ ഇപ്പൊ നമ്മൾ കോൾച്ചിക്കത്തിനകത്ത് പറഞ്ഞ് നിങ്ങൾ ഓർക്കുന്നുണ്ടോ, നൈറ്റിൽ പെയിൻ കൂടുന്നു, ടച്ച് ഭയങ്കര സെൻസിറ്റീവ് ആണ്, പിന്നെ അവരുടെ പല ജോയിന്റ്സും ഐസി കോൾഡ്സ് ഓഫ് ഫിംഗർ ടിപ്സിന്റെ കാര്യമൊക്കെ നമ്മൾ കോൾച്ചിക്കത്തിൽ പറഞ്ഞു. ഇതേപോലെ ഉണ്ട് ഡൾ ക്യാമറ. അപ്പൊ ഡൾ ക്യാമറയിൽ റീസെന്റ് എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു കേസ്, ഒരു ആർട്ടിക്കേരിയ കേസ് ആട്ടോ. അപ്പൊ അയാൾക്ക് ഈ തണുപ്പിന്റെ എന്തോ ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. കറക്റ്റ് സിംറ്റം ഈ തണുപ്പ് കാലത്ത് റിലേറ്റഡ്, ഡാം കോൾഡ് വെതറിലാണ് അയാൾക്ക് ഇറപ്ഷൻസ് ഒക്കെ വരുന്നത്. അങ്ങനെ എന്തോ ആണ്. ഈ വെതർ പെട്ടെന്ന് അങ്ങ് ചൂടുന്ന് തണുപ്പാവും, അങ്ങനെയൊക്കെ ആകുമ്പോഴാണ് ആൾക്ക് വരുന്നത് എന്ന് പറഞ്ഞിട്ട് എന്തോ ഒരു സിംറ്റം ഞാൻ കണ്ടു. അങ്ങനെയാണ് ഡൾ ക്യാമറ കൊടുത്തത്. പിന്നെ അതുപോലെ ബാത്തിങ്ങിലൂടെ ഈ ഇറപ്ഷൻസ് അല്ലെങ്കിൽ ഈ ആർട്ടിക്കേരിയൽ ലീഷൻസ് കുറയുന്ന ഒരു മെഡിസിൻ ഫാഗോപൈർ ആണ്. അതുപോലെ തന്നെ ഇമ്പോർട്ടൻസ് ഉണ്ട് കേട്ടോ ഡൾ ക്യാമറയ്ക്ക്, ഒന്ന് ഓർത്തോളൂ. അപ്പൊ നമ്മൾ ഡൾ ക്യാമറ ഓർ ബിറ്റർ സ്വീറ്റ് എന്ന് പറയുന്നത് ഫ്ലെഗ്മാറ്റിക് സ്ട്രോംലെസ് കോൺസ്റ്റിറ്റ്യൂഷൻ, റെസ്റ്റ്ലെസ് ആണ്, ഇറിറ്റബിൾ ആണ്. പിന്നെ നമ്മൾ ആന്റിയം ടാർട്ടിലോ അല്ലെങ്കിൽ ഒട്ടുമിക്ക നമ്മുടെ ഹൈഡ്രോജനോട് കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്ന പോലെ ഹു ആർ ലിവിംഗ് ഇൻ ഓർ വർക്കിംഗ് ഇൻ ഡാം കൂൾഡ് ബേസ്മെന്റ് ഓർ എ മിൽക്ക് ഡയറി, നമ്മുടെ മിൽമാക്കാർക്കൊക്കെ കൊടുക്കാൻ പറ്റിയ മെഡിസിൻ ആണ് ഡൾ ക്യാമറ അല്ലെ. എന്താണ് അവരുടെ പ്രത്യേകത? ഹോട്ട് ഡേയ്സ് ആൻഡ് കോൾഡ് നൈറ്റ്സ്. Hot days and cold nights. Rheumatic complaints which are worsened by cold and better by moving. അപ്പൊ കോൾച്ചിക്കത്തിന് നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ ഇപ്പൊ പഠിച്ചല്ലോ. കോൾച്ചിക്കത്തിന് നൈറ്റും ഈവനിങ്ങും ടച്ചും അഗ്രിവേഷൻ ആണെങ്കിൽ ഇവരുടെ കംപ്ലൈൻസ് ബൈ കോൾഡ് അഗ്രിവേഷൻ ആണ്, ബെറ്റർ ബൈ മൂവിങ്. നമ്മുടെ റെസ്റ്റോക്സ് മാത്രമല്ല, ഡാം ക്ലൈമറ്റിൽ വരുന്ന ഒരു കണ്ടീഷൻ കൊടുക്കുന്ന യു തിങ്ക് ഓഫ് ഡൾ ക്യാമറ 2. പിന്നെ ഡൾ ക്യാമറയ്ക്ക് സ്കിന്നും ഉണ്ടല്ലോ. അപ്പം ഇറ്റ് ഹാസ് ഹാവിംഗ് സ്പെഷ്യൽ റിലേഷൻ ടു സ്കിൻ, ഗ്ലാൻസ് ആൻഡ് ഡൈജസ്റ്റീവ് ഓർഗൻസ്, മ്യൂക്കസ് മെംബ്രെയിൻ. അതുപോലെ അവരുടെ റൊമാറ്റിക് കംപ്ലൈൻസിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു, നമ്മൾ മറന്നു പോകരുത്. ഇവരുടെ റൊമാറ്റിക് കംപ്ലൈൻസ് അഗ്രിവേഷൻ ബൈ കോൾഡ് ആൻഡ് ബെറ്റർ ബൈ മൂവിങ്. പിന്നെ പറഞ്ഞിരിക്കുന്ന ഒരു സിംറ്റം ആണ് ഇറപ്ഷൻസ് ഓൺ ദ ഹാൻഡ്, ആംസ് ഓർ ഫേസ് അറൌണ്ട് മെൻസസ് പീരിയഡ്. പല പല ഭാഗങ്ങളിലായിട്ട് അവർക്ക് മെൻസസിന്റെ സമയത്ത് ഇറപ്ഷൻസ് വരുന്നു. ഓക്കെ, അപ്പം പേഷ്യന്റ് ലിവിംഗ് ഇൻ ഓർ വർക്കിംഗ് ഇൻ ഡാം കോൾഡ് ബേസ്മെന്റ്സ്. പിന്നെ പറഞ്ഞിരിക്കുന്നത് റൊമാറ്റിക് കംപ്ലൈൻസ് ഡാം വെതർ കൊണ്ട് അഗ്രിവേറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ എവറി കോൾഡ് ചേഞ്ച് ആൻഡ് ബെറ്റർ ബൈ മൂവിങ് അബൌട്ട്. സ്റ്റോക്സിന് മാത്രമല്ല, മറ്റൊരാള് ഡൾ ക്യാമറയാണ് കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞില്ലേ ആർട്ടിക്കേരിയ കൊടുക്കാറുണ്ട്. അപ്പൊ നമ്മൾ കോക്കുലസിൽ പറഞ്ഞു അല്ലെ, അബ്ഡമനിൽ ഉള്ള കുറച്ച് കുത്തുന്ന ലൈക്ക് സ്റ്റോൺസ് ഉണ്ടെന്ന് പറഞ്ഞതുപോലെ ഇവർക്ക് ഒരു കട്ടിംഗ് പെയിൻ അറൌണ്ട് ദ നേവിൽ പറയുന്നുണ്ട്. അതുപോലെ ഇപ്പൊ നമ്മൾ ചെലിഡോണിയത്തിൽ പറഞ്ഞു ഓർക്കുന്നുണ്ടോ, ക്രേവിംഗ് ഫോർ ഹോട്ട് ഡ്രിങ്ക്സ് അല്ലെ. ഇവർക്ക് ഈവൻ ദോ ഡാം അഗ്രിവേഷൻ ഒക്കെ ആണെങ്കിലും they are having burning thirst for cold drinks ആണ്, കണ്ടോ. പിന്നെ മെൻസസിന് മുമ്പ് റാഷസ് വരുന്ന കേസസിനൊക്കെ ഡൾ ക്യാമറ നമുക്ക് കൊടുക്കാവുന്നതാണ് കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഈ പ്രൂറൈറ്റിസ് കംപ്ലൈൻസ് സാധാരണഗതിയിൽ ഒട്ടുമിക്ക ആൾക്കാർക്ക് ചൂടത്താ വരിക. ചൂട് കൊണ്ട് ഇങ്ങനത്തെ അഗ്രിവേഷൻ ഉണ്ടായി അല്ലെങ്കിൽ ഇച്ചിങ് വന്നു എന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ ഇവരുടെ പ്രൂറൈറ്റിസ് ആൻഡ് റൊമാറ്റിക് കംപ്ലൈൻസ് രണ്ടും നിങ്ങൾ നോക്ക്, കോൾഡ് വെതർ അഗ്രിവേഷൻ ആണ്. അർട്ടിക്കേരിയ, ബ്രോട്ടോൺ ഓർ എക്സ്പോഷർ ഓർ സാർ സ്റ്റൊമക്, ഈ കാര്യങ്ങളെല്ലാം ഇതിന് കൊടുക്കാവുന്നതാണ് കേട്ടോ. പിന്നെ ഡൾ ക്യാമറ ഇവിടങ്ങളെല്ലാം നമ്മൾ കോസ്റ്റിക്കത്തിന് നമ്മൾ പറഞ്ഞു കുറേ എന്താ പറയാ വാട്ട്സ് ഓൺ ദ ഫേസ്. ഇവരൊക്കെ പറയുന്നത് ലാർജ് സ്മൂത്ത് ഓൺ ദി ഫേസ് ആൻഡ് പാമാർ സർഫസ് ഓഫ് ദ ഹാൻഡ്സ്. നിങ്ങൾക്ക് ഏതെങ്കിലും കേസ് ഫെയിൽ ആയിട്ടുണ്ടെങ്കിൽ പാമാർ ആസ്പെക്ട് ഓഫ് ദ ഹാൻഡ്സിൽ വാട്ട്സ് വന്നാൽ യു കെൻ തിങ്ക് ഓഫ് ഡൾ ക്യാമറ. ഓക്കെ, അപ്പൊ അതാണ് ഇതിന്റെ പ്രത്യേകതയുള്ളൂ. കോംപ്ലിമെന്ററി ബെറൈറ്റ കാർബാണ് പറയുന്നത്. So that's about dull camera. Then coming to equisitum, as you are familiar, equisitum for enuresis and dysuria. രണ്ട് കാര്യങ്ങൾക്ക് ഈ നൊക്ടേണൽ എന്യൂറസിനൊക്കെ നമുക്ക് ഇക്വസിറ്റം ട്രൈ ചെയ്യുന്ന മെഡിസിൻ ആണ് കേട്ടോ. പ്രിൻസിപ്പൽ ആക്ഷൻ ഇസ് ഓൺ ദ ബ്ലാഡർ ആണ്. എൻഡ് ഓഫ് ദി യൂറിനേഷൻ അവസാനിക്കുമ്പോഴാണ് they have severe pain at the close of urination എന്ന് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ഇതേപോലെ സിവിയർ പെയിൻ സർസപ്പാരിലും ഒക്കെ പറയുന്നുണ്ട്, എന്നാലും നമ്മൾ എക്വസിറ്റവും കൊടുക്കാറുണ്ട് അവർക്ക് എന്യൂറിസിസ് ഒക്കെ ഉണ്ടെങ്കിൽ. ദെൻ കമ്മിങ് ടു യൂപ്പറ്റോറിയം. യൂപ്പറ്റോറിയം നമ്മുടെ ഇതുപോലെ ഒരു വാത റെമഡിയാണ് അല്ലെ. യൂപ്പറ്റോറിയം ഓർ തറോവേർട്ട് എന്നൊക്കെ പറയുന്നതും ബോൺസെറ്റ് എന്ന് പറയുന്നതും യൂപ്പറ്റോറിയത്തിലാണ്. ഇനി യൂപ്പറ്റോറിയം ആർക്കാണ് ഇൻക്ലൂഡ് ചെയ്യുന്നത് നോക്കാം. അഡാപ്റ്റഡ് ഡിസീസ് ഓഫ് ഓൾ പീപ്പിൾ, വേൺ ഔട്ട്. നമ്മൾ ചൈനയിൽ ഒരു വേൺ ഔട്ട് അല്ലെങ്കിൽ ബ്രോക്കൺ ഡൗൺ പറഞ്ഞു അല്ലെ. ഇവിടെ നോക്ക് വേൺ ഔട്ട്, especially from inebriety, cachexia, from prolonged or frequent attacks of bilious or intermittent fevers. അപ്പൊ യൂപ്പറ്റോറിയം ഈ ചിലര് ഡെങ്കു ഫീവറിന് കൊടുക്കുന്നതിന്റെ ഒരു കഥ ഇതാണ്. ചിക്കൻ ഗുളികയൊക്കെ ചിന്തിക്കുന്ന ഒരു കഥ ഇതാണ് കേട്ടോ. എന്തുപറ്റി? ഇന്റർമിറ്റന്റ് ഫീവറിന്റെ ഫ്രീക്വന്റ് അറ്റാക്ക്. ചിലർ പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലെ, എല്ലിന് ഭയങ്കര വേദനയാണ്, പനിക്ക് അടിക്കടിക്ക് പനി വരുന്നുണ്ട്, എന്താണ് കാരണമെന്ന് ഡയഗ്നോസ് ചെയ്യുന്നില്ല.
അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ ഒരു ബിനിയസ് കോസ് കൊണ്ടോ ഇന്റർഫീമറ്റോ റിക്കറന്റ് ആയിട്ട് വരുവാണ് അവർക്ക്. ഓക്കെ, ഇവർക്ക് എന്തിൽ ആക്ഷൻ ഉണ്ട്? ഗ്യാസ്ട്രോ ഹെപ്പാറ്റിക് ആക്ഷൻ ഉണ്ട്, ബ്രോങ്കിയൽ മെംബ്രെയിനിൽ ആക്ഷൻ ഉണ്ട്. ഇതിൽ പറഞ്ഞിരിക്കുന്ന ഒരു വാക്ക് നിങ്ങൾ നോക്കണേ. ഇറ്റ് ഈസ് എ ബൂൺ ഇൻ മയാസ്മാറ്റിക് ഡിസ്ട്രിക്ട്സ് അലോങ് റിവേഴ്സ് ആൻഡ് മാർഷസ് വിത്ത് മാർക്ക്ഡ് പീരിയോഡിസിറ്റി. കണ്ടോ? ആ വാക്കൊന്ന് നിങ്ങൾ ഓർക്കണം. ഇതിന് നമ്മൾ ഗ്രേറ്റ് ഡീൽ ഓഫ് ബോൺ പെയിൻ, ഈ എല്ലിന് വേദന, അസ്ഥിക്ക് വേദനയാണ് ഡോക്ടറെ എന്ന് പറഞ്ഞാൽ കണ്ണടച്ച് നമ്മൾ യൂപ്പറ്റോറി കൊടുത്തു നോക്കാം. എന്നിട്ട് നമ്മൾ ഫെയിലായ അടുത്ത തവണ അയാൾക്ക് വരുമ്പോൾ എന്ത് കൊടുക്കാം? ഒരു പോളിക്രസ്റ്റ് കൊടുക്കാം. നിങ്ങൾ റെഗുലർ ആയിട്ട് ഒ പിയിൽ ഇരിക്കുമ്പോൾ, അപ്പൊ നിങ്ങൾ പി ജി ചെയ്യുമ്പോഴൊക്കെ ഒ പി ഇരിക്കുമ്പോൾ നമുക്ക് ഒത്തിരി കേസസ് ഉണ്ടാവും. അപ്പൊ നമ്മൾ പൊതുവേ നമ്മുടെ സിനോപ്സിസിന്റെ നമ്മുടെ കാര്യത്തിലൊക്കെ ടെൻഷനിലായിരിക്കും. പക്ഷെ നമുക്ക് വേറെ പേഷ്യൻസിനെ നമ്മുടെ ഫിസിസിനെ മാത്രം നോക്കിയാൽ പോരല്ലോ. അപ്പൊ നമുക്ക് കുറെ കേസസ് വരുമ്പോൾ സ്വാഭാവികമായും നമ്മൾ എന്തിനു നോക്കണം? അതിൽ പെട്ടെന്ന് നമുക്ക് അക്യൂട്ട് ആയിട്ട് എന്തെങ്കിലും ഒരു സാധനം കൊണ്ട് കറക്റ്റ് ചെയ്യാൻ പറ്റും. നിങ്ങൾ ചെയ്യുന്ന കാര്യം തന്നെയല്ലേ? അപ്പൊ അതേപോലെ ബോണി പെയിൻ പറയുകയാണെങ്കിൽ ആദ്യം ഓർക്കേണ്ടവരിൽ ഒരാളാണ് യൂപ്പറ്റോറിയം. ഇപ്പൊ നമ്മൾ മസ്കുലർ ടിഷ്യൂസിലും പെരിയോസിലും ഒക്കെ പറഞ്ഞു. ബോണി പെയിൻ പറഞ്ഞാൽ യു കനോട്ട് തിങ്ക്. അതിൽ ഇങ്ങനെ ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ട്, ബോൺ ഇൻ മയാസ്മാറ്റിക് ഡിസ്ട്രിക്ട്സ് അലോങ് റിവേഴ്സ് ആൻഡ് മാർഷസ് എന്ന് പറയുന്നത്. ഇവർക്കും പീരിയോഡിസിറ്റി പറയുന്നുണ്ട്. ഗ്രേറ്റ് ഡീൽ ഓഫ് ബോൺ പെയിൻ വരുന്ന ഏതൊക്കെ അസുഖമായാലും, ഇപ്പൊ നമ്മൾ ചിക്കൻ ഗുനിയ കാലത്തൊക്കെ ഒരുപക്ഷെ അന്നത്തെ ഡോക്ടർമാർ യൂപ്പറ്റോറിയൊക്കെ ആയിരിക്കും കൊടുത്തിരിക്കുന്നത് തന്നെ. പിന്നത് ഹിക്കപ്പിന് കൊടുക്കുമെന്നും ഇൻഫ്ലുവൻസിങ് കൊടുക്കുമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ബോൺസ് ഓഫ് എക്സ്ട്രിമിറ്റീസ് വിത്ത് സോർനെസ് ഓഫ് ഫ്ലഷ്, ഏക്കിംഗ് ഇൻ ആംസ് ആൻഡ് റെസ്റ്റ് ഒക്കെ പറയുന്നുണ്ട്. പിന്നെ ഇവരുടെ ഫീവർ ചിൽ ടൈം നിങ്ങൾ ഓർക്കുന്നുണ്ടല്ലോ, 7 to 9 AM ആണ്, വിച്ച് ആർ പ്രൊസീഡഡ് ബൈ തേഴ്സ്റ്റ്, സോർനെസ് ആൻഡ് ഏക്കിംഗ് പെയിൻ. ചില്ല് വരുന്നത് ഏകദേശം രാവിലെ ആകുമ്പോഴേ പണി തുടങ്ങി അല്ലേ? 7 മണി 9 മണിയൊക്കെ ആകുമ്പോഴാണ് ഇവരുടെ ചിൽനെസ് വരുന്നത് കേട്ടോ. ആ കാര്യം ഒന്ന് ഓർത്തിരിക്കും.